എല്ലാവർക്കും നമസ്കാരം. ഇതംപ്രദമായി അമീർ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ദേശീയ സെമിനാറിൻ്റെ പ്രഥമ സെഷനാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് ഈ ചടങ്ങിലെത്തിയിട്ടുള്ള മുഖ്യ പ്രഭാഷകൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവറുകളെ അമീർ ദേവസ്വത്തിന് വേണ്ടി സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ മോഡറേറ്ററായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ CM നീലകണ്ഠൻ, ഫോർമർ പ്രൊഫസർ, കാലടി, ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റി കാലടി, അദ്ദേഹത്തെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു. സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം നേരുകയാണ്. സുദീർഘമായ പ്രസംഗത്തിനോടും പ്രസക്തിയില്ല. എന്തായാലും ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ക്ഷേത്ര സംസ്കാരവും ഭാരതീയ വിജ്ഞാന പാരമ്പര്യവും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയൊരു സെമിനാർ ഇതംപ്രദമായി ഗുരുവായൂർ തന്നെ ആദ്യമായി തന്നെ പറയാം. 1964 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അന്തരിച്ച ദിവസം നിർത്തിയതാണ് ഗുരുവായൂരിൽ നടന്നിരുന്ന ഹിന്ദുമത സാംസ്കാരിക സമ്മേളനം. അതിനുശേഷം അത്തരത്തിലൊരു ഉദ്യമത്തിന് ഗുരുവായൂർ വേദിയായിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗവാക്കായിട്ടാണ് നമ്മുടെ സ്വപ്നം കണ്ട ഒരു പദ്ധതിയായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പദ്ധതി ഇന്നിപ്പോൾ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. അതെന്തായാലും ഗുരുവായൂരപ്പൻ്റെയും അമ്മീരപ്പൻ്റെയും സഹായത്താൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ചടങ്ങിൻ്റെ മോഡറേറ്റർ ശ്രീ CM നീലകണ്ഠൻ അവരുടെ ഇതിൻ്റെ കീനോട്ട് അഡ്രസ്സിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. വേദിയിൽ ഉള്ള മമയൂർ ദേവസ്വം ചെയർമാൻ പ്രകാശസ്വാമി, ഞാൻ എൻ്റെ സൗഹൃദത്തിൽ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ പ്രിയ സുഹൃത്ത്, കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ, ദേവസ്വത്തിൻ്റെ ഭരണം സംബന്ധമായ കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്ന സുഹൃത്തുക്കൾ, സെമിനാറിൽ ശ്രദ്ധാപൂർവം പങ്കെടുക്കാനെത്തിയിട്ടുള്ള മാന്യ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ച പോലെ മമയൂർ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ധൈഷണിക യജ്ഞം, ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ, നമ്മുടെ ഭാരതീയ പാരമ്പര്യങ്ങളെക്കുറിച്ചും ഭാരതീയ വിജ്ഞാന സ്രോതസ്സുകളെക്കുറിച്ചും ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വേദി മമയൂർ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സജ്ജമാക്കി എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്, വളരെ പ്രസക്തമായ കാര്യമാണ്. ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ചെയർമാനും മലബാർ ദേവസ്വം ചെയർമാനും ശ്രീ മോഹൻദാസും MR മുരളിയും അത് ഉദ്ഘാടനം ചെയ്ത കൈതപ്രം ബഹുമാനപ്പെട്ട
കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും മറ്റെല്ലാവരും ഏകകണ്ഠമായി അല്ലെങ്കിൽ ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അത് കേട്ടതാണ്, ശ്രദ്ധിച്ചതാണ്. ക്ഷേത്രങ്ങൾ ഭക്തിയുടെയും അതുപോലെ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും പവിത്രമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട കേന്ദ്രങ്ങളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാത്ത ക്ലേശങ്ങൾ, നമ്മുടെ കൺട്രോളിലില്ലാത്ത ക്ലേശങ്ങൾ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വരും. ഒരുവിധം ക്ലേശങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രവും ഇതര ശാസ്ത്രങ്ങളും ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. വളരെ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 200, 300, 400 കൊല്ലം മുമ്പേ ഉള്ള കാര്യം നോക്കുമ്പോൾ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ, നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന മഹാമാരി, അതിൻ്റെ ഒരു 400, 500 കൊല്ലം മുമ്പത്തെ ചരിത്രം, അത്തരം മഹാമാരികളുടെ ചരിത്രം എടുത്താൽ നമുക്കറിയാം. പ്ലേഗ്, വസൂരി, കോളറ, അത്തരം മഹാമാരികളുടെ ചരിത്രം എടുക്കുമ്പോൾ അന്നൊരു വസൂരി ഉണ്ടായാൽ ഒരു വീട്ടിൽ 9 ആളുണ്ടെങ്കിൽ 8 ആളും പോവും, ഒരാളെ സ്പെയർ ചെയ്യുള്ളൂ. കോളറ എന്ന് പറഞ്ഞാൽ ഗംഗാനദിയുടെ തീരത്ത് ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ ഛർദ്ദിച്ച് വയറിളകി അങ്ങ് വീഴുകയാണ്. പിന്നെ അതങ്ങോട്ട് പടരുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം. പേമാരി പൊഴിയുന്ന കർക്കിടക മാസത്തിലെ രാവിലെ അടുത്ത വീട്ടിലെ രാമൻ നായർക്ക് ഛർദിയും വയറിളക്കം തുടങ്ങിയെന്ന് കേൾക്കും. 2 മണിക്കൂർ കഴിഞ്ഞാൽ രാമൻ നായർ പോയി എന്ന് കേൾക്കും. അതുപോലെ രാമൻ നായരുമാരും കൃഷ്ണൻ നായരുമാരും നീലകണ്ഠന്മാരും എല്ലാവരും പേന്ന് മഴ പെയ്യുമ്പോൾ ഭൂമിയിലെ കുഴിച്ചിടാൻ വെള്ളം അതിനും കൂടി സൗകര്യമില്ല. ക്ഷയം നമ്മുടെ അടുത്ത കാലത്താണ് അതിനെ മരുന്ന് കണ്ടെത്തിയത്. അതുപോലെ പേപ്പട്ടി വിഷം. അപ്പോൾ ശാസ്ത്രം വളരെ മുന്നോട്ട് പോയി, സംശയമില്ല. പക്ഷേ എന്നിട്ടും നമ്മളിന്ന് ഭീതിയോടെ നിൽക്കുന്നു. എന്നിട്ടും നമ്മളിന്ന് ഈ മഹാമാരിയുടെ മുമ്പിൽ പേടിച്ചു നിൽക്കുന്നു. എത്ര ആൾ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര ആൾ നമ്മുടെ അടുത്ത ആളുകൾ, എൻ്റെ തന്നെ എത്ര സുഹൃത്തുക്കൾ പോയിട്ടുണ്ട്, ബന്ധുക്കൾ പോയിട്ടുണ്ട്. പക്ഷേ 0.23% അതിനെ കുറയ്ക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചു. അപ്പോൾ ശാസ്ത്രം നമ്മുടെ കൂടെ ഉണ്ട്, സംശയമൊന്നുമില്ല. വളരെ ആഹ്ലാദകരമായിട്ടും ആശ്വാസകരമായിട്ടും ശുഭാപ്തി വിശ്വാസപരമായിട്ടും ശാസ്ത്രം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ശാസ്ത്രത്തിനും പിടികിട്ടാത്ത കാര്യങ്ങളും ക്ലേശങ്ങളും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ തൊട്ട് നമുക്ക് തന്നെ തൊട്ട് ഹൃദയത്തിലേക്ക് അമർത്തി പിടിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും. തൊട്ട് അനുഭവമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഭക്തിയുടെ മാർഗത്തിലേക്ക്, ആത്മീയതയുടെ മാർഗത്തിലേക്ക് പലപ്പോഴും സ്വയം പോകേണ്ടി വരുന്നത്. അപ്പം അതൊരു ഒരു അനിവാര്യമായ ഫലമാണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും അത് സംബന്ധിച്ച ആചാരങ്ങളുടെയും ഒക്കെ കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോഴും ആ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ ഒരു വിജ്ഞാന പാരമ്പര്യം നൂറ്റാണ്ടുകളായിട്ട്
നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയാൻ കാരണം നമ്മൾ ഇപ്പം അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. കേവലം ഭക്തിയും ആചാരങ്ങളും വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് ക്ഷേത്രങ്ങൾ ഇന്ന് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതേ തരത്തിലുള്ള ക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സ്ഥാപനം, ക്ഷേത്രങ്ങൾ ഒരു എന്താ പറയുക, ഒരു വെറും ക്ഷേത്രമല്ല, അതൊരു വലിയ സ്ഥാപനമായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. ആ ക്ഷേത്രം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ വലിയ വിജ്ഞാന ചിന്തകളും അറിവിൻ്റെ മേഖലകളിലേക്കുള്ള പ്രയാണങ്ങളും അതിലുള്ള പുതിയ പരീക്ഷണങ്ങളും അതിലുള്ള പുതിയ നിർമ്മിതികളും ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു. ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ വേണ്ട പോലെ കുറേ കാലങ്ങളായിട്ട് ശ്രദ്ധിക്കാറില്ല. അതൊന്ന് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയുന്നതിന്, നമ്മുടെ പാരമ്പര്യത്തെ തിരിച്ചറിയുന്നതിന് ഏറ്റവും സഹായിക്കും. ഇത് ചെയ്യുമ്പോൾ തന്നെ അതിന് ചില വെല്ലുവിളികളുണ്ട്, സംശയമൊന്നുമില്ല, നമുക്കൊക്കെ അറിയാം. അതിനെ റീസണബിളി, റിയലിസ്റ്റിക്കലി, അതിനെ യാഥാർത്ഥ്യാധിഷ്ഠിതമായും അതിനെ വിമർശനാത്മകമായും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള അവബോധത്തോടു കൂടിയും ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് വളരെയധികം അനുഭവമുള്ളതാണ്. അപ്പോൾ അപകടത്തിലേക്ക് പോവാതിരിക്കാനും യഥാർത്ഥ പാരമ്പര്യത്തെ നമുക്ക് മനസ്സിലാക്കാനും രണ്ട് തരത്തിലും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജ്ഞാനാന്വേഷണങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. ഇപ്പോൾ 7 ദിവസത്തെ ദേശീയ സെമിനാറിൻ്റെ ഒരു പ്രമേയ പരിസരം ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിട്ട് കർത്തവ്യം. ആ പ്രമേയ പരിസരം, അതിൻ്റെ കൺസെപ്റ്റ് നോട്ട് എന്തുദ്ദേശിച്ചാണ്, ഇപ്പം ഞാനും ചെയർമാനും അതുപോലെ ഗോവിന്ദദാസ് പോലെയുള്ളവർ 2-3 തവണ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളത് ഫോം ചെയ്തത്. വളരെ ഭംഗിയായിട്ട് അവരതിനെ മുന്നിട്ട് പ്രവർത്തിച്ചു, അതിന് വേണ്ട സപ്പോർട്ട് തന്നു. ഇപ്പോൾ ഇവിടെ പോയി കേൾക്കാൻ 10 ആളുകളിലൊന്നും പ്രശ്നമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ MA-ക്ക് MPhil ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ക്ലാസ്സാണ് പ്രീ ഡിഗ്രി, BA, MA, MPhil. MA, MPhil 5 സീറ്റുകൾ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, 5 സീറ്റേ വേണ്ടൂ. കാരണം 5 സീറ്റിൽ നിന്നാണ് 50-ഉം 500-ഉമായിട്ട് ആ വിജ്ഞാനം വളരെ. അപ്പോൾ നമ്മൾ അത്രയും അത്രയും ഉദ്ദേശിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് ഓൺലൈനിലെ ലോകമെങ്ങും എത്തും. എൻ്റെ തന്നെ ഫ്രണ്ട്സ്, നമുക്കറിയാവുന്ന സ്വാമി തത്വമയ്യാനന്ദ അമേരിക്കയിൽ അദ്ദേഹം ഓൺലൈനിൽ ഇത് കേൾക്കാൻ താല്പര്യമായിട്ടിരിക്കുകയാണ്. അതുപോലെ ബാംഗ്ലൂർ, ചെന്നൈ, കേരളത്തിലെ അനവധി ഗ്രൂപ്പുകൾ. കാരണം ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റലക്ച്വൽ ക്വസ്റ്റ് എന്ന നിലയ്ക്ക് ഇത് സാംസ്കാരിക ലോകം, ദൈക്ഷണിക ലോകം ഇത് സ്വീകരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്തരത്തിൽ കുറേ വിഷയങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്, ഇത്തരത്തിൽ കുറേ വിഷയങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഈ 27-ാം തീയതി മുതൽ ഇന്ന് മുതൽ 2-ാം തീയതി വരെയുള്ള ഈ സെമിനാറുകളുടെ 3:30 മുതൽ 5:30 വരെയുള്ള ഈ സെമിനാറുകളുടെ ഉദ്ദേശം. നമുക്കറിയാം, ക്ഷേത്രം എന്ന
ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്നുള്ളത് ഏകദേശം മധ്യകാലത്താണ് ക്ഷേത്രങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. മധ്യകാലം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഭാരതീയ ചരിത്രത്തെ, സാംസ്കാരിക ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം കോമൺ ഇറ, ക്രിസ്തു ഇറ എന്നൊക്കെ പറയാറില്ല, കോമൺ ഇറ എന്നാണ് പറയാൻ ഞങ്ങളൊക്കെ. ക്രിസ്തു എന്ന് വെച്ചാൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട കോമൺ ഇറ 2000 വർഷം മുമ്പ്, ഏകദേശം ഒരു 8ാം നൂറ്റാണ്ട് വരെ ഒക്കെയുള്ള കാലം ഏൻഷ്യൻ ഹിസ്റ്ററി. അതിനുശേഷം ആധുനികവൽക്കരണം, ആധുനിക ചിന്തകൾ വരുന്ന 15, 16, 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലഘട്ടമാണ്. അതിനുശേഷമുള്ളത് ആധുനിക കാലഘട്ടം. അപ്പൊ ഏകദേശം പ്രാചീന ചരിത്ര കാലഘട്ടത്തിന്റെ അവസാനത്തിൽ, മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മുതൽക്ക് നമുക്ക് ഈ ക്ഷേത്രങ്ങളുടെ പരാമർശം ഉണ്ട്. ആ ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രാചീനമായിട്ട് കാന്തളൂർ ശാല, പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല എന്നൊക്കെ കൊണ്ട് കേരളവും സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, അന്ന് സൗത്ത് ഇന്ത്യ ആണ്. ദക്ഷിണാപഥം, ദക്ഷിണഖണ്ഡം കേരളമില്ല. കേരളം എന്നുള്ളത് പ്രത്യേകമായി രൂപപ്പെടുന്നത് വളരെ പിന്നീടാണ്. അപ്പൊ ഈ ദക്ഷിണാപഥം, ദക്ഷിണഖണ്ഡം, ദക്ഷിണാപഥം എന്നാണ് പറയുന്നത്. ബ്ലോക്ക് എന്നത് ആന്ധ്രയും തമിഴ്നാടും കർണാടകവും കേരളവും കൂടി ചേർന്നിട്ടുള്ള വിന്ധ്യൻ ഇപ്പുറത്തുള്ള സൗത്ത് ബ്ലോക്ക്, ദക്ഷിണാപഥം, ദക്ഷിണഖണ്ഡം. അവിടെ കേന്ദ്രീകരിച്ചിട്ട് ഉള്ള ഈ വലിയ ശാലകളെക്കുറിച്ച് നമുക്ക് പരാമർശമുണ്ട്. ഈ ശാലകൾ പലതും ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടായിരുന്നു. കാന്തളൂർ ക്ഷേത്രം, കാന്തളൂർ ശാല; തിരുവല്ല ക്ഷേത്രം, തിരുവല്ല ശാല; മൂഴിക്കുളം ക്ഷേത്രം, മൂഴിക്കുളം ശാല. ഈ ശാലകളെക്കുറിച്ച് ഡോക്ടർ MGS നാരായണനും ഡോക്ടർ വെളുത്താട്ട് കേശവൻ നമ്മുടെ അവസാനത്തെ ദിവസത്തെ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2-3 പ്രധാനപ്പെട്ട ഗവേഷണ കൃതികളിൽ ഈ ശാലകളെക്കുറിച്ച് അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ശാലകളിൽ, അപ്പോൾ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ശാലകൾ. ഈ ശാലകളിൽ വേദങ്ങൾ, വൈദ്യം, ആയുർവേദം, വൈദ്യം, അതുപോലെ മീമാംസ, ന്യായം തുടങ്ങിയ ശാസ്ത്രങ്ങൾ, ആയുധവിദ്യ, പല ശാലകളിലും ആയുധവിദ്യ. നമ്മൾ ജിമ്മിൽ പോണ പോലെ ശരീരത്തിനും മനസ്സിനും നല്ല ഘടനയുണ്ടാവാൻ വേണ്ടി ആയുധവിദ്യ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ പോലെ ഇതര ശാസ്ത്രങ്ങളും ആയുധവിദ്യ വരെ പഠിപ്പിച്ചിരുന്നതായിട്ട് റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ശാലകൾ, ക്ഷേത്രങ്ങൾ, ശാലകൾ അറിവിൻ്റെ വികാസം. ക്ഷേത്രങ്ങൾ, ശാലകൾ ശാസ്ത്രങ്ങളുടെയും ഇതര വിജ്ഞാന ശാഖകളുടെയും അറിവിൻ്റെ വികാസം വളരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കേണ്ട അത്ര കാലം മുതൽക്ക് ഏകദേശം 1000-1500 കൊല്ലം മുമ്പ് തന്നെ ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഈ വിദ്യാഭ്യാസം, മൊത്തത്തിൽ നമുക്കതിനെ വിദ്യാഭ്യാസം എന്ന് പറയാം, ക്ഷേത്ര കേന്ദ്രീകൃതമായ വിജ്ഞാന വിതരണം നടന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഒരു 10ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം ഈ ക്ഷേത്രങ്ങൾ ബ്രാഹ്മിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്രഹ്മസ്വം, ദേവസ്വം, പിന്നെ അങ്ങനെയായി. അത് സെക്കൻഡ് സ്റ്റേജാണത്. ബ്രഹ്മസ്വം, ദേവസ്വം, അങ്ങനെയാണ് ഈ ദേവസ്വം ആവണത്. അപ്പോഴേക്കും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ, എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്തിരുന്ന, അതിനെ ഭരിച്ചിരുന്ന, അതിനെ നയിച്ചിരുന്ന, അത് ഡിറ്റർമിൻ ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങളുടെ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ്, അതിൻ്റെ പ്രവർത്തനം വികസിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടിയാട്ടമൊക്കെ, ക്ഷേത്രങ്ങൾ ആദ്യം കൂടിയാട്ടം ക്ഷേത്രങ്ങളിലൊന്നുമല്ല,
രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ കുലശേഖര രാജാവിൻ്റെ രണ്ടാം കുലശേഖരൻ എന്ന പ്രസിദ്ധനായ രാമവർമ്മ കുലശേഖരൻ്റെ കാലത്താണ് കൂടിയാട്ടം തോലനും ഒക്കെയായിട്ട് ഇന്നത്തെ രീതിയിൽ കൂടിയാട്ടം വികസിക്കുന്നത്. അതിൻ്റെ അഭിനയ രീതിയും അതിൻ്റെ പ്രതിശ്ലോകങ്ങളും അതിൻ്റെ 2 പ്രധാനപ്പെട്ട നാടകങ്ങൾ കൂടിയാട്ടത്തിൽ ഇന്നും പ്രചാരത്തിലുള്ള സുഭദ്രാധനഞ്ജയം, തപതി സംവരണം 2 നാടകങ്ങൾ, ഇതൊക്കെ ആ കാലത്താണ്. അന്ന് കൂടിയാട്ടം ക്ഷേത്ര കേന്ദ്രീകൃതമല്ല, അന്ന് കൂടിയാട്ടം ഈ കൊട്ടാര കേന്ദ്രീകൃതമാണ്. കൊട്ടാര കേന്ദ്രീകൃതമായ രാജ്യഭരണ കേന്ദ്രീകൃതമായ ഒരു വലിയ കല ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് മാറുന്നത് അടുത്ത ഘട്ടത്തിലാണ്. തിരുവഞ്ചിക്കുളത്ത് അവസാനം ഒരു കഥയും പറയാനില്ലെങ്കിൽ തിരുവഞ്ചിക്കുളത്ത് കൊണ്ടുപോയിട്ട് കോപ്പൊക്കെ തൂക്കിയാൽ മതി. അതുപോലെ തൃച്ചംബരത്തിനപ്പുറത്ത് ഇന്ന കഥകൾ പറയാൻ പാടില്ല, ഒക്കെ ക്ഷേത്രം. ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ, വളർച്ചയുടെ, വികാസത്തിൻ്റെ, ഇതിൻ്റെ ഗതിവിഗതികളുടെ എല്ലാ ചരിത്രവും ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. കൂടിയാട്ടം മാത്രമല്ല, ഞാൻ ഓരോ വിഷയത്തിലേക്കും പോകുന്നില്ല, അതാണ് നമ്മൾ 7 ദിവസം ചർച്ച ചെയ്യുന്നത്. കൂടിയാട്ടം മാത്രമല്ല, സംഗീതം, ചിത്രകല, ശില്പകല, വേദം, വാസ്തു, സാഹിത്യം, സ്തോത്രസാഹിത്യം. 2 പേപ്പറുണ്ട് അവിടെ. 1-ാം തീയതി സംസ്കൃതത്തിലെ സ്തോത്രസാഹിത്യം, മലയാളത്തിലെ സ്തോത്രസാഹിത്യം. 2 ഒക്കെ ഗംഭീരൻ പേപ്പറുകൾ. നിങ്ങൾ വരണം, എല്ലാം ശ്രദ്ധിച്ച് വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് അറിയാനുണ്ടാവും. വാസ്തു, അതുപോലെ ഗണിത പാരമ്പര്യം. ജ്യോതിഷം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് ഗണിതമാണ്. ജ്യോതിഷം എന്ന് പറയുന്ന ഫലജ്യോതിഷം, അസ്ട്രോളജി, മറ്റത് അസ്ട്രോണമി. അസ്ട്രോളജിയാണ് ഫലജ്യോതിഷം, അസ്ട്രോണമിയാണ് ഗണിതം. ശരിക്കും വേദാംഗ ജ്യോതിഷത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അസ്ട്രോണമിയാണ്, അസ്ട്രോളജി അല്ല. 2 വേദാംഗ ജ്യോതിഷ ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. ആർച്ചജ്യോതിഷം, യാജുഷ ജ്യോതിഷം. ആർച്ചജ്യോതിഷം ഋഗ്വേദത്തിനോട് ബന്ധപ്പെട്ട ജ്യോതിഷം ടെക്സ്റ്റ്, യാജുഷം യജുർവേദത്തിനോട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വേദാഹി യജ്ഞാർത്ഥം അനുപ്രവൃത്താഹ. വേദങ്ങളുടെ ഒരു പ്രധാന ഉദ്ദേശം യാഗം ചെയ്യലാണ്, യാഗം അനുഷ്ഠിക്കലാണ്. കാലാനുകൂലാഹി ഭവന്തി യജ്ഞാഹ. യജ്ഞങ്ങൾ കാലത്തെ ബേസ് ചെയ്തിട്ടുള്ള. വസന്തർത്തൗ യജേത, അമാവാസ്യാം യജേത, പൂർണ്ണമാസ്യാം യജേത. വസന്തകാലത്ത് യാഗം ചെയ്യണം. പൂർണ്ണമാസി, വെളുത്ത വാവിൻ്റെ അന്ന് യാഗം ചെയ്യണം. കറുത്ത വാവിൻ്റെ അന്ന് ഇന്ന യാഗം. ഈ അമാവാസിയും പൂർണ്ണമാസിയും ഈ വസന്തകാലവും നിർണയിക്കാനാണ് കാലഗണന ആദ്യം വന്നിട്ടുള്ളത്. ആ കാലഗണനയിൽ നിന്നാണ് നമ്മുടെ പണ്ടത്തെ കലണ്ടർ, നാളും മാസവും വിഷുവും തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ കലണ്ടർ, പഞ്ചാംഗം എന്ന് നമ്മൾ പറയുന്നത്. അത് വളർന്ന് വികസിച്ചിട്ടാണ് മധ്യകാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഗണിതശാസ്ത്ര സംഭാവന. സംഗമഗ്രാമമാധവൻ, തൃക്കണ്ടിയൂർ അച്യുതപിഷാരടി, വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് വലിയ സ്കോളേഴ്സ്. ഇന്നും മധ്യകാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ഗണിതശാസ്ത്ര സംഭാവന, ഗണിത സംഭാവന, അസ്ട്രോണമി സംഭാവന ഇന്നും മയൂരശിഖ പ്രസിദ്ധമായ പുസ്തകം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. ഇന്നും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അസ്ട്രോളജി പിന്നീടുണ്ടായതാണ്. അതിനൊരു വേറൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചരിത്രമാണ്. അതിൽ വിശ്വാസവും ഒറിജിനലി വിശ്വാസമല്ല, കൃത്യമായിട്ട് അതിന് ശാസ്ത്രമുണ്ട്. പക്ഷേ അത് പിന്നീട് കൂടുതൽ ആചാരങ്ങളും വിശ്വാസങ്ങളും കൂടി ചേർന്ന്
അത് ഒരു ശാസ്ത്രത്തിൻ്റെ കെട്ടുറപ്പിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ അസ്ട്രോണമി, വേദിക് ട്രഡിഷൻ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ എല്ലാ ട്രഡിഷനും ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം പരിചയമുള്ള കടവല്ലൂർ അന്യോന്യം. ലോകത്തിൽ തന്നെ ഋഗ്വേദത്തിന് ഇങ്ങനെ രണ്ട് ഋഗ്വേദ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ആലാപന പരീക്ഷ എന്നുള്ളത് കേരളത്തിൽ വേറൊരു വേദത്തിനില്ല, ഇന്ത്യയിൽ വേറെ ഒരു വേദത്തിനുമില്ല. കേരളത്തിൻ്റെ മാത്രം ഐഡൻറ്റിറ്റിയാണ്. അതുപോലെ മുദ്രാ റെസിറ്റേഷൻ ഓഫ് വേദ, 10,000-ഓളം മന്ത്രങ്ങൾ ഋഗ്വേദം അറിയുന്ന 2 പേരുണ്ടെങ്കിൽ അവരെ ചൊല്ലാതെ മുദ്ര കാണിച്ചുകൊണ്ട് 10-30 മുദ്രയുണ്ട്. മുദ്ര കാണിച്ചുകൊണ്ട് 10,000-ഓളം മന്ത്രങ്ങളെ 10 മണ്ഡലങ്ങളിലുള്ള മന്ത്രങ്ങളെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മുദ്ര അറിയണവർക്ക്. ഇപ്പോൾ കഥകളിയിൽ മുദ്ര അറിയുമ്പോഴല്ലേ മുദ്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മുദ്ര അറിയുമ്പോൾ അത് മനസ്സിലാവും. മുദ്രാ റെസിറ്റേഷൻ ഓഫ് ഋഗ്വേദ. ഈ കടവല്ലൂർ അന്യോന്യത്തിൽ പ്രയോഗിക്കുന്ന വാരം, ജട, രഥ തുടങ്ങിയ പ്രയോഗങ്ങൾ, ഇതുപോലെ സാമവേദം, ഈ വേദങ്ങളുടെ മുഴുവനും ഫ്ലറിഷിങ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ എല്ലാ വിജ്ഞാന ശാഖകളും മിക്കവാറും ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന പ്രധാനപ്പെട്ട എല്ലാ വിജ്ഞാന ശാഖകളും അല്ലെങ്കിൽ വിവിധ വിജ്ഞാന ശാഖകൾ ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ പുതിയ നിർമ്മിതികളും അതിൻ്റെ റിനൈസാൻസും അതിൻ്റെ ഫ്ലറിഷിങ്ങും ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. ഒരു കലയിലെ ഒരു കലഹം ഉണ്ടായിട്ടാണ് ഒരു വലിയ റിനൈസാൻസോടുകൂടി പുതിയൊരു തുള്ളൽ കലാരൂപം ഉണ്ടാവുന്നത്. കലഹങ്ങളും വാശികളും പോസിറ്റീവാണെങ്കിൽ വളരെ സ്വാഗതം ചെയ്യണം. നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോഴും വാശി ഉണ്ടായിക്കോട്ടെ, നല്ല കാര്യത്തിന്. കലഹം ചിലപ്പോൾ വളരെ നല്ല രീതിയിലാണ്. ഒരു കലഹത്തിൻ്റെ റിസൾട്ടാണ് അത്യുജ്വലമായ, അത്യുദാത്തമായ ഒരു തുള്ളൽ കലാരൂപം. അമ്പലപ്പുഴ ടെമ്പിളാണ് അതിൻ്റെ വേദി. അപ്പോൾ നോക്കൂ, ഇങ്ങനെ അപ്പോൾ ഇത് സെമിനാർ ഡിസൈൻ ചെയ്യുമ്പോൾ തൽക്കാലം 7 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. 7 ദിവസം കീറിൻ്റെ ടോപ്പിക്ക് വെച്ചു എന്നുള്ളത്. ഇത് ഫസ്റ്റ് സീരീസേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ചെയർമാനും എല്ലാവരും, ദിസ് ഈസ് ഫസ്റ്റ് സീരീസ് ഓഫ് ദി സെമിനാർ. ഇതേ ടോപ്പിക്ക് എന്നോട് അനവധി ആൾ വിളിച്ചു ചോദിച്ചു, മാഷെ ചുമർ ചിത്രത്തിൻ്റെ പേപ്പറില്ലേ? അതുപോലെ എത്ര വിഷയങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ഓൺലി ഫസ്റ്റ് സീരീസ്. മമ്മിയൂരപ്പൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും, ഉറപ്പാണ്. നമ്മൾ അടുത്ത കൊല്ലം ഇതിൻ്റെ തന്നെ സെക്കൻഡ് സീരീസ്, പിന്നത്തെ കൊല്ലം 3rd സീരീസ്. ഇതിൽ ഓരോ വിഷയങ്ങളും, കടവല്ലൂരൊക്കെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് 3 ദിവസം സെമിനാറാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക. വൈദിക വേദ പാരമ്പര്യവും കേരളീയ ഗണിത, അത്രയും സ്കോപ്പുണ്ട്, അത്രയും ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ നമ്മളിതിനെക്കുറിച്ച് അറിയുന്നില്ല. അതാണ് അതിൽ വലിയ സങ്കടം. അല്ലെങ്കിൽ നമുക്കൊരു നാഷണലി ഇൻ്റർനാഷണലി ഈ വിഷയങ്ങളിൽ വർക്ക് ചെയ്യുന്ന എത്ര ആളാണെന്നുണ്ടോ, എത്ര ആളാണ് അത്. അവരുടെ വർക്ക് ചിലപ്പോൾ ചില വലിയ സ്കോളേഴ്സിൻ്റെ വർക്ക് ചില ദിശാബോധത്തിൽ നിന്ന് മാറിക്കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അങ്ങനെയല്ലേ? നമ്മുടെ എല്ലാവരുടെ വർക്ക് ഒരേ ദിശയിലാണോ? ദിശാബോധം ഉണ്ടോ? ഞാനിതിനെ ഒരേപോലെയാണ് കാണുക. നമ്മുടെ നാട്ടിൽ വലിയ സ്കോളേഴ്സുണ്ട്, നല്ല ദിശാബോധത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരെ അംഗീകരിക്കണം. അവിടെയുണ്ട് നല്ല ദിശാബോധത്തിൽ വർക്ക് ചെയ്യുന്നവർ, അവർ നമ്മൾ വളരെ ശ്ലാഘിക്കണം. ഇപ്പോൾ വേദത്തിലെ സ്റ്റാള്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, സ്റ്റാള് നമ്മളെ വിട്ടു പിരിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇപ്പോഴത്തെ വിറ്റ്സൽ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഫിന്നിയൻ മൂർ എൻ്റെ അടുത്ത്, അദ്ദേഹം ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി കാലടിയുള്ളപ്പോൾ 6 മാസം എൻ്റെ അടുത്ത് പഠിച്ചതാണ്. പോളണ്ടിലെ സിസറി ഗാലേവിസ്കി, ഹന്ന ഒബ്രിൻസ്ക ഒക്കെ എത്ര സ്കോളേഴ്സ്. അവരൊക്കെ ഈ കേരളത്തിൻ്റെ വേദപാരമ്പര്യത്തിൻ്റെ
അതിസൂക്ഷ്മമായ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടുത്തെ ശാഖകളും വേദങ്ങളുടെ അതിസൂക്ഷ്മമായ ശാഖാഭേദങ്ങളും ഉച്ചാരണ ഭേദങ്ങളും നമുക്ക് അറിയണേക്കാട്ട് അവർക്ക് ചിലപ്പോൾ അറിയും. ഇതാണ് നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ശ്രദ്ധ ഇല്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ പരിചരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം. ഇതുപോലെ ഓരോ വിഷയം ഇൻ്റർനാഷണൽ കോൺഫറൻസിന്, സംസ്കൃതത്തിൻ്റെയൊക്കെ നാഷണൽ ഇൻ്റർനാഷണൽ കോൺഫറൻസിന് ഡൽഹിയിലൊക്കെ പോയാൽ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്കോളേഴ്സ് തടിച്ചുകൂടുന്നത് വേദിക് സെക്ഷൻ, തന്ത്രം, വാസ്തു തുടങ്ങിയിട്ടുള്ള സെഷൻസിലാണ്. ഹാള് നിറയും. എത്ര വലിയ കോൺട്രിബ്യൂഷനാണ് നമുക്ക് വാസ്തു, ക്ഷേത്രതന്ത്രം. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷണം ആലങ്കോടാണ്, ഞാനൊന്ന് അവതരിപ്പിക്കണം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ദിശാബോധത്തോടു കൂടിയുള്ള പ്രബന്ധങ്ങളാണ് ഈ 7 ദിവസം അവതരിപ്പിക്കുന്നത്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൃത്യതയുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യ വിജ്ഞാനങ്ങളെക്കുറിച്ച് പല ഇൻ്റർപ്രിട്ടേഷൻസ്, പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ തുറന്നു പറയുന്നത് ഒരു ലജ്ജയും വേണ്ട. അതിനെ നമ്മൾ പ്രതിരോധിക്കണം. അതിൽ നിന്ന് കൃത്യമായ ദിശാബോധത്തോടു കൂടിയുള്ള ഈ വിജ്ഞാന ധാരകളുടെ പാരമ്പര്യങ്ങളെ നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയണം. നെല്ലും പതിരും നമുക്ക് ഇഷ്ടം പോലെ വളരെ ഗംഭീരമായ പ്രയോജനമുള്ള, ഇന്നത്തെ ലോകത്തിലും ഇന്നത്തെ കാലത്തും അത്യന്തം പ്രയോജനമുള്ള, ഇന്നത്തെ ലോകത്തെ റീമോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിജ്ഞാന ശാഖകൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ വിജ്ഞാന മേഖലകളുണ്ട്. അത് കണ്ടെത്തി അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ആയുർവേദം പോലെയുള്ളൊരു ശാസ്ത്രം ആയുർവേദം എടുത്തിട്ടില്ല, ചിത്രകല എടുത്തിട്ടില്ല. ആയുർവേദ ഹോളിസ്റ്റിക് അപ്രോച്ച് ആയുർവേദമാണ്. ആയുർവേദം ഇന്നും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ആയുർവേദം ഒരു രോഗത്തെ ചികിത്സിക്കില്ല. ആയുർവേദം ആ മനുഷ്യനെ ഒന്നിച്ചാണ് വിശകലനം ചെയ്യുന്നത്. സൈക്കോ സൊമാറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതാണ് ദിനചര്യാധ്യായം, അതാണ് സ്വസ്ഥ വൃത്താധ്യായം, 8 അധ്യായത്തില്. അപ്പൊ ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു സാധ്യത എന്നുവെച്ചാൽ ആധുനിക ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ് ആയി ആസ്പത്രി പോയിട്ട് അവിടെയാണ് നമ്മള് എന്താണ് ഹാർമണി, സിന്തസിസ് ഹാർമണി എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് ഉള്ള ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാനും അത് അത് പ്രചരിപ്പിക്കാനും അതിലേക്ക് ദിശാബോധത്തോടു കൂടി നമുക്ക് മുന്നേറാനും ഉള്ള ഒരു രീതിയിലാണ് ഈ 7 ദിവസത്തെ ഈ സെമിനാർ പ്രബന്ധങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ ശാഖയിലും പ്രവർത്തിക്കുന്ന വളരെ ഗംഭീരന്മാരായ പണ്ഡിതന്മാരെ നാളെ ഡോക്ടർ S.A. ശർമ്മ കോട്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് സ്കോളർ, അദ്ദേഹമാണ് നാളെ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. തന്ത്രത്തിന്റെ ഒരു വിഷയം. ഡോക്ടർ K.P. ശ്രീദേവി കാലടി യൂണിവേഴ്സിറ്റിയിലെ അതിൽ ഒരുപാട് PhD പ്രബന്ധങ്ങൾക്ക് ഗൈഡ് ചെയ്ത അവരാണ്. തന്ത്രത്തിലെ രുചി വിധാനം എന്ന പ്രത്യേകതയുള്ള ഒരു വിഷയം. അങ്ങനെ സംഗീതം ഒരു സെഷനാണ്. സുകുമാരി നരേന്ദ്രമേനോനും അതുപോലെ ഡോക്ടർ പരമേശ്വരൻ, അദ്ദേഹം ഇപ്പോൾ വേദസംഗീതവും, അദ്ദേഹം നല്ല സംഗീതജ്ഞനാണ്, വേദസംഗീതവും ശാസ്ത്രീയ സംഗീതവും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് കിട്ടിയാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടി, ഈ പറഞ്ഞ ബാലൻസ് അപ്രോച്ചോടുകൂടി സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ സെഷനുകളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഗൗരവതരമായ ശ്രദ്ധ
ക്ഷണിച്ചുകൊണ്ട് എനിക്കും ആലപ്പുഴ ലീലാകൃഷ്ണന്റെ മധുരവും ഗഹനവുമായ പ്രഭാഷണം ഞാനും ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട്. അതിന് ഞാൻ സമയം ഉപകരിക്കാതെ 5:30 വരെയാണ് നമുക്ക് സമയം. അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഇത് സെമിനാറിൻ്റെ മറ്റൊരു ഒരു 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 സാധ്യതയാണ്, അല്ലെങ്കിൽ മസ്റ്റാണ്. ഒരു 5-10 മിനിറ്റ് ഒരു ഡിസ്കഷൻ വേണം. അത് നിങ്ങൾ തുറന്ന് ഇവിടെ വന്നിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റേ മയക്കുണ്ടെങ്കിൽ കൊടുക്കാം. അത് നിന്റെ പൂർവജകമാണ്. കാരണം ഒരു അറിവും അവസാനമല്ല. ഇപ്പൊ ക്ലാസ്സിലെ അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനാണെങ്കിൽ അവസാനം പറയും, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ അവസാനം നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്, നിങ്ങൾ പ്ലസ് ഇടുക. ഒരു വിജ്ഞാനം അവസാനമല്ല. പക്ഷേ അതിനെ കൊണ്ടുപോകാൻ, അതിൻ്റെ ഒരു ഊർജം പകരാൻ ഒരു ഡിസ്കഷനും കൂടി എല്ലാ ദിവസവും വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ആലങ്കോടിനെ അദ്ദേഹത്തിൻ്റെ വിഷയം അവതരിപ്പിക്കാൻ സാധ്യത. അങ്ങേയറ്റം ആദരണീയനായ, ഒരർത്ഥത്തിൽ ഗുരുസ്ഥാനീയനായ, ജ്യേഷ്ഠ സഹോദര തുല്യനായ ഡോക്ടർ CM നീലകണ്ഠൻ മാഷ്, അതുപോലെ തന്നെ ദീർഘവർഷങ്ങളിലെ പ്രിയ മിത്രം പ്രകാശ് സ്വാമി, സദസ്സിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, പേരെടുത്ത് പറയേണ്ട എൻ്റെ മേലധികാരിയായിരുന്ന കൃഷ്ണൻകുട്ടി സാർ അടക്കമുള്ള എല്ലാവർക്കും വിനീതമായ പ്രണാമം. തീർച്ചയായും മമ്മിയൂർ ദേവസ്വം വളരെ അർത്ഥപൂർണമായ ഒരു സംവാദ പരിസരം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു എന്നതിലുള്ള സന്തോഷം ആദ്യം രേഖപ്പെടുത്തുകയാണ്. പ്രകാശ് സ്വാമിയാണിപ്പോൾ മമ്മിയൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ. മലബാർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ MR മുരളിയാണ്. രണ്ടുപേരും ദീർഘവർഷങ്ങളായി പ്രിയ സുഹൃത്തുക്കളാണ്. മാത്രമല്ല, മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ലാതെ സത്യാന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാനത് അടിവരായിട്ടാണ് പറഞ്ഞത്. സത്യാന്വേഷണത്തിന് ദുരുദ്ദേശ്യങ്ങളൊന്നും ഉണ്ടാവേണ്ടതില്ല. അത് ഇന്ത്യയുടെ ഒരു പൗരാണികമായ സത്താപരമായ ഒരടയാളം. സത്യാന്വേഷണത്തിന് വേണ്ടി യത്നിച്ച നാടാണ് ഇന്ത്യ. മറ്റു പല സംസ്കാരങ്ങളും നിന്നുപോയെങ്കിലും ഭാരതീയം എന്ന് വിളിക്കപ്പെടുന്ന സത്യാന്വേഷണത്തിൻ്റെ ഒരു തുടർ പരമ്പര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നേരത്തെ CM നീലകണ്ഠൻ മാഷ് പറഞ്ഞത് അതാണ്. സത്യം എന്നത് ഒന്നേ ഉണ്ടാകാൻ പറ്റൂ, പലതായിട്ട് കാണപ്പെടുന്നു. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്യം തന്നെ. സത്ത് ഏകമാണ്. വിപ്രന്മാർ പലതായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രാചീനമായ ഒരു ദർശനമാണ്. സദേകമേവാദ്വിതീയം. ഈശാവാസ്യോപനിഷത്ത്, ഛാന്ദോഗ്യോപനിഷത്ത് അല്ലേ? സദേകമേവാദ്വിതീയം. സത്ത് ഏകമാണെന്ന് മാത്രമല്ല, ഏകമേവാദ്വിതീയം, രണ്ടാമതൊന്ന് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധം ഏകമാണ്. എന്നാൽ ഈ ഏകത്വമല്ല കാണപ്പെടുന്നത് വ്യാവഹാരിക ജീവിതത്തിൽ പലതായി കാണപ്പെടുന്നതിൻ്റെ ഈ സത്യത്തിലേക്കൊരു യാത്ര. ഇത് വളരെ പ്രാചീന കാലം മുതൽ ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനിലെത്തുന്നത്. എൻ്റെ വിഷയം ഭക്തിയും അദ്വൈത ദർശനവും എന്നാണ്. ആ വിഷയത്തിലേക്ക് എത്താൻ സത്യം ഈശ്വരനാണ് എന്നൊരു അവബോധത്തിലേക്ക് ഭാരതം സഞ്ചരിച്ച് എത്തിയത് എങ്ങനെയാണ്? അങ്ങനെ വിഷയത്തിലേക്ക് നേരിട്ട് വരികയല്ലേ നല്ലത്. അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിലെ പൗരാണിക ദർശനങ്ങളിൽ, ഷഡ് ദർശനങ്ങളിൽ സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, അത്രയും ഈശ്വരവാദപരമല്ല അല്ലേ? സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഷഡ് ദർശനങ്ങളിൽ 4 ഈശ്വരവാദപരമല്ല. ഉത്തരമീമാംസയിലും ജ്യോതിഷത്തിലും ഒക്കെയാണ്
ഈശ്വരൻ കടന്നു വരുന്നത്. പിന്നീട് ഈശ്വരൻ എന്ന സത്യബോധത്തിലേക്ക് എത്തുന്നു. ബുദ്ധൻ ഈശ്വരനെക്കുറിച്ചല്ല പറഞ്ഞത്, വർദ്ധമാന മഹാവീരൻ ഈശ്വരനെക്കുറിച്ചല്ല പറഞ്ഞത്. അപ്പം നമ്മൾ പറയുന്നത് അവിടുന്ന് തുടങ്ങിയെന്നർത്ഥം. ശുദ്ധമായ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് സഞ്ചരിച്ച് ഈശ്വരനിലെത്തിയപ്പോഴുണ്ടായ ഒരു സൗകര്യം നമുക്ക് സമർപ്പിക്കാം, ഭക്തിയുടെ ഒരു വഴി. ഇപ്പം ജ്ഞാനി അല്ലാത്ത ഒരാൾക്കും വേണ്ടേ സത്യബോധം? ഇപ്പം നീലകണ്ഠൻ മാഷെ പോലുള്ള ആൾക്ക് വിജ്ഞാനത്തിൻ്റെ പരമാവസ്ഥ വരെ സഞ്ചരിക്കാനുള്ള അറിവിൻ്റെ ജ്ഞാനയോഗത്തിൻ്റെ വഴിയുള്ള ഒരാളാണ്. അജ്ഞാനിയായ ഒരാളുണ്ടല്ലോ, അജ്ഞാനം ഒരു കുറ്റമാണോ? അറിവില്ലായ്മ ഒരു അപരാധമാണോ? അല്ലല്ലോ. അപ്പം അറിവില്ലാത്തവർക്കും സത്യദർശനം വേണ്ടേ? എത്ര പഴയ ഒരു കാഴ്ചപ്പാടാണ്. അപ്പം അതിനൊരു മാർഗമാണ്. എന്നോടൊരിക്കൽ അക്കിത്തം, മഹാകവി അക്കിത്തം, ഈ ഈശ്വരനെക്കുറിച്ചൊരു ചർച്ച, ദൈവത്തെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ലീലാകൃഷ്ണൻ ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയുമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ലളിതമായൊരു ഉത്തരം, എന്നാൽ പിന്നെ അറിയാത്തതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിനെ അങ്ങോട്ട് പെടുത്തിക്കോളൂ, ഇല്ല എന്ന് പറയണ്ടാന്നു. അല്ലേ, അറിയാത്തതൊക്കെ ഇല്ല എന്നല്ലല്ലോ, അറിയാത്തതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തെയും പെടുത്തിക്കോളൂ, ഇല്ല എന്ന് പറയണ്ട. ദൈവം അനവധി നിരാശ്രയർക്ക് ആശ്രയമാണ്. അജ്ഞാനികൾക്ക് പരമപ്രേമത്താൽ സമർപ്പിതമായി ഈശ്വരനിൽ സമർപ്പിച്ചാൽ ജ്ഞാനമുണ്ടാവുന്നു എന്നാണ് ഭാരതം കണ്ടുപിടിച്ചൊരു കാര്യം. ഉള്ളൂരിൻ്റെ അതിപ്രശസ്തമായൊരു കാവ്യമുണ്ടല്ലോ, ചാത്തൻ്റെ സദ്ഗതി എന്നാണ്, ഭക്തി ദീപിക. അത് സനന്ദനൻ എന്ന ശങ്കരാചാര്യ ശിഷ്യൻ തപസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു കഥയാണ്. അപ്പോൾ അവിടെ ഒരു ആദിവാസി ചാത്തൻ വന്നു നോക്കുമ്പോൾ ഒരു സൂചിമുനയുടെ മുകളിൽ നല്ല സുന്ദരനും സുമുഖനും സുഭകനുമായ ഒരു തമ്പുരാൻ ഇങ്ങനെ നിന്ന് ആകാശത്തിലേക്ക് ഊർധ്വബാഹുവായി തൊഴുതു നിൽക്കുകയാണ്. ചോര ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും വന്നു നോക്കും, കണ്ണ് തുറക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ചോര താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും വരും, കണ്ണ് തുറക്കുന്നില്ല. അവസാനം ദിവസവും ഇയാൾ വന്നിരിക്കുക, ഇയാൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഇയാൾക്ക് ഉത്കണ്ഠ, ഈ മനുഷ്യൻ മരിച്ചു പോവുമോ? ഒരു സാധാരണ ആദിവാസിയാണ്, നിരക്ഷരനാണ്. അവസാനം ഇയാളൊരു ദിവസം കണ്ണു തുറന്നപ്പോൾ ഉടനെ ചാത്തന് സമാധാനമായി, തമ്പുരാൻ മരിച്ചിട്ടില്ലല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദേഹദണ്ഡം അങ്ങ് ചെയ്യുന്നത്? എന്താണ് ഈ കാട്ടിൽ അങ്ങേക്ക് വേണ്ടത്? അതൊക്കെ ഞാൻ കൊണ്ടുതരാം. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചു. ഈ മണ്ടനായ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ, ഞാൻ നൃസിംഹത്തെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്യുക, നിനക്ക് കൊണ്ടുതരാൻ പറ്റുമോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നൃസിംഹം, ഈ കാട്ടിലുള്ള എന്ത് സിംഹമാണെങ്കിലും അടിയാൻ കൊണ്ടുതരാമെന്ന്. അപ്പോഴും ചിരിച്ചു. എടാ വിഡ്ഢി, ഇത് ഈശ്വര അവതാരമാണ്. അതായത് ശരീരം മനുഷ്യൻ്റെയും തല സിംഹത്തിൻ്റെയുമായിട്ടുള്ള നരസിംഹ അവതാര രൂപം, അതിനെ നിനക്ക് കൊണ്ടുതരാൻ പറ്റുമോ? ഇത് കേട്ടതും ചാത്തൻ ഒറ്റ ഓട്ടമാണ്. രൂപം കിട്ടിയല്ലോ, തല സിംഹത്തിൻ്റെയും ശരീരം മനുഷ്യൻ്റെയും. കുറച്ച് ദിവസങ്ങൾ കഴിയേണ്ടി വന്നില്ല. ഒരു കാട്ടുകയറിൽ കെട്ടി നരസിംഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ട് ചാത്തൻ വരുന്നു. ഇത്രയും വർഷങ്ങൾ തപസ് ചെയ്ത ഈ മഹാജ്ഞാനിയായ ശങ്കരാചാര്യ ശിഷ്യനായ സനന്ദനന് സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നൃസിംഹത്തെ എങ്ങനെയാണ് ഈ ചാത്തന് നേരിട്ട് ഒരു കയറിൽ കെട്ടിക്കൊണ്ടുവന്നിരിക്കുക, കാട്ടുകയറിൽ, ഇതെങ്ങനെ സാധിച്ചു? അതാണ് ഭക്തി ദീപിക. ഭക്തി അവനവന് വേണ്ടിയല്ല, തനിക്കൊരു കാര്യത്തിന് വേണ്ടിയല്ല, തനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി മരിക്കാൻ പോവുകയാണ്. എന്നാൽ ആ കാര്യം അദ്ദേഹത്തിന് സാധിച്ചു കൊടുക്കണം എന്നൊരൊറ്റ ആഗ്രഹമേ ചാത്തനുള്ളൂ. ചാത്തനല്ലാതെ തനിക്ക് സ്വർഗം കിട്ടണമെന്നോ തനിക്ക് മോക്ഷം കിട്ടണമെന്നോ അതൊന്നും അറിഞ്ഞും കൂടാ. അറിയാവുന്നൊരു കാര്യം, ഇതാ ഒരാൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മരിക്കുന്നു, അത് നേടിക്കൊടുക്കണം. അങ്ങനെ ഉള്ളിടത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് ദൈവം. ഈ നരസിംഹ കഥയാണ് ഞാനിപ്പോൾ ഇന്നലെ പത്രത്തിൽ വായിച്ചത്. ഗുരുവായൂരിലെ എൻ ശ്രീനിവാസ് അയ്യർ വരച്ച നരസിംഹരൂപം ഞാൻ ദിവസവും വന്ന കാണുന്നൊരു സംഗതിയാണ്. അവിടെ അത് പുതുക്കി നമ്മുടെ കൃഷ്ണകുമാറൊക്കെ കൂടി നേരെയാക്കി സമർപ്പിച്ചു. എനിക്കതിനെക്കുറിച്ചൊരു കുട്ടിക്കാലത്തൊരു കഥയുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെയായിരുന്നു. അച്ഛൻ ഇവിടെയാണ് ജനിച്ചത്. ഇപ്പം ഇങ്ങനത്തെ അച്ഛൻ്റെ ഒക്കെ നാട് ഇവിടെയാണ്. അപ്പം അച്ഛൻ കുട്ടിക്കാലത്ത് എനിക്ക് ഞാൻ തൊഴാൻ വരുമ്പോൾ
ഈ ശ്രീനിവാസയ്യരുടെ ഇത് 10-90 കൊല്ലം പഴക്കമുള്ളൊരു 75 വർഷമെങ്കിലും പഴക്കമുള്ളൊരു ചിത്രമാണ്. അതിനെക്കുറിച്ച് കഥ പറഞ്ഞ് കണ്ടാൽ പേടിയാവും. ഈ നരസിംഹം വന്ന് ഹിരണ്യകശിപുവിൻ്റെ മാറ് പിളർന്ന് അങ്ങനെ ചോര കുടിക്കുന്ന ചിത്രമാണ്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞതാട്ടോ, സത്യമൊന്നും ആയിരിക്കണമെന്നില്ല. ഇത് വരച്ച ശ്രീനിവാസയ്യർ അത് നോക്കി പേടിച്ച് മരിച്ചു പോയി. അതുണ്ടായതായിരിക്കില്ല, പക്ഷേ എന്നോട് പറഞ്ഞു സൂക്ഷിക്കണം, അതിൽ നോക്കിയാൽ നരസിംഹം പുറത്തേക്ക് ചാടും. അപ്പോൾ അതിന് അച്ഛൻ തന്നെ അന്നൊരു കഥ പറഞ്ഞു തന്നത് ഇതിനെ സ്തുതിക്കുകയാണ് വഴി. നരസിംഹം ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി അവതരിച്ച് 14 ലോകങ്ങളും വിറച്ചുപോയി എന്നാണ്. അത്ര ക്രൗര്യം. ഈ ഹിരണ്യകശിപുവിനെ കൊന്നതിന് ശേഷവും ആ ക്രൗര്യം, ചുവന്ന കണ്ണുകൾ, ചോരയിലാറാടിയ ദംഷ്ട്രകൾ, കൈകൾ, അത് ശമിക്കുന്നില്ല. 14 ലോകങ്ങളും ആ ക്രൗര്യത്തിൽ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊറ്റ പരിഹാരം നിഷ്കളങ്കമായ സ്തുതി മാത്രമാണെന്നറിഞ്ഞ് കുട്ടിയായ പ്രഹ്ലാദൻ നരസിംഹത്തെ സ്തുതിക്കാൻ തുടങ്ങിയതാണ് ഭാഗവതത്തിലെ ഒരു കഥ. അതിൽ സ്തുതി ഞാനും കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. നാഥ ജയ ജയ നാരായണ ജയ പാഥോചലോചന പത്മനാഭ ജയ വിഷ്ണു ജയ ജയ വിശ്വംഭരാ ജയ ജിഷ്ണുമുഖാമര സേവ്യ ജയ ജയ ദർവീകരേന്ദ്ര ശയനാ ജയ ജയ സർവവന്ദ്യാ ശരണാഗതവത്സല ഭക്തപ്രിയ ജയ പാപവിനാശന മുക്തിപ്രദാ മുനിവൃന്ദ നിഷേവിത നാഥ ജയ ജയ നാരായണ ജയ പാഥോചലോചന പത്മനാഭ ജയ വിഷ്ണു ജയ ജയ വിശ്വംഭരാ ജയ ജിഷ്ണുമുഖാമര സേവ്യ ജയ ജയ. ഇത് ഭാഗവതത്തിലാട്ടോ. ഇത് ഞാൻ പാടിയത് ഈ സ്തുതിയിൽ പ്രീതനായി നരസിംഹാവതാരം ശാന്തനായി എന്നൊരു കഥ. അത് ഭാഗവതത്തിലുള്ളതാണ്, ഇത് കഥയല്ല. ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം, നിഷ്കളങ്കമായ സമർപ്പണം, സ്തുതി ആണ് ഭക്തിയുടെ ആധാരം. പരമപ്രേമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. ഏറ്റവും വലിയ പ്രേമം ആർക്ക് കൊടുക്കാം? അത് കൊടുക്കാൻ ഒരാളെ അർഹനായിട്ടുള്ളൂ എന്നാണ് ഭക്തൻ്റെ വിചാരം. അതാരാണ്? ഈശ്വരനാണ്. ഭാര്യയെ പ്രണയിച്ചിട്ടോ ഭർത്താവിനെ പ്രണയിച്ചിട്ടോ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടോ കിട്ടുന്നതിനപ്പുറത്തേക്ക് പരമപ്രേമം സമർപ്പിച്ചാൽ പൂർണ്ണമായ ആനന്ദം തിരിച്ചു തരുന്നത് ദൈവസന്നിധിയിലാണ്. ഭക്തൻ ജ്ഞാനിയാവണമെന്നില്ല. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം, അല്ലേ, ഇങ്ങനെ 4 വഴികളിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് സാക്ഷാത്കാരത്തിലെത്താം. ഈശ്വര സാക്ഷാത്കാരം തന്നെ. ഇപ്പം ജ്ഞാനിയായ ഒരാൾ അറിവിലൂടെയാണ്. ഇപ്പം നീലകണ്ഠൻ മാഷെ പോലൊരാൾക്ക് ഭാരതീയമായ ജ്ഞാനശാസ്ത്രങ്ങളിലുള്ള അവഗാഹമായ അറിവ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഇതുപോലൊരു ഒരുപാട് ജ്ഞാനികളുണ്ട്. അവർ ജ്ഞാനാന്വേഷണത്തിലൂടെ പരമജ്ഞാനസ്വരൂപമായ ഈശ്വരനിലെത്തിച്ചേരും. കർമ്മയോഗികൾക്ക് വേറൊന്നും ആലോചിക്കേണ്ട, സ്വകർമാനുഷ്ഠാനം. ആ കർമാനുഷ്ഠാനത്തിൽ ലാഭേച്ഛയില്ല, അല്ലേ? കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കദാചന. ഒരു ഫലവും വേണ്ട, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു. കർമ്മം ചെയ്യാനാണ് മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവൻ എടുത്തിരിക്കുന്നത്. ആ കർമ്മം ഒരു ഫലേച്ഛയും കൂടാതെ ചെയ്തുകൊണ്ടിരുന്നാൽ അയാൾക്കും, പരിപൂർണമായ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നയാൾക്കും ഈശ്വരനിലെത്താം. ധ്യാനയോഗമാണ് ഈ രാജയോഗം ഒക്കെ ആയിട്ട് വരുന്നത്. യോഗ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ ഈ സർപ്പിളാകാരമായി ഈ കുണ്ടലിനി ശക്തി, അതായത് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രപഞ്ചശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്നിലും ഉണ്ട്. പക്ഷെ നമുക്കതുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്നിൽ ഈ പ്രപഞ്ചശക്തി മുഴുവൻ ഈ കുണ്ടലിനി ശക്തിയായി മൂലാധാരത്തിൽ ഇരിക്കുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം അതിനെ ഉണർത്തിയെടുക്കാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഏകാഗ്രധ്യാനമാണ്. മനസ്സിനെ മനസ്സുകൊണ്ടറിഞ്ഞ് മനസ്സിനെ കീഴ്പ്പെടുത്തുക. ഏറ്റവും വലിയ കാട്ടുകുരങ്ങ് മനുഷ്യൻ്റെ മനസ്സാണ്. മനുഷ്യൻ്റെ വരുതിയിൽ ഈ മനസ്സ് വരികയില്ല. അതിനെ ഏകാഗ്രമായി നിരീക്ഷിച്ച് മനസ്സിനപ്പുറം കടന്ന് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുത്ത് യോഗവിദ്യ, അതിന് പല മാർഗങ്ങളുണ്ടല്ലോ. യോഗവാസിഷ്ടം, ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ ഈ കുണ്ടലിനി ശക്തി എന്ന പ്രപഞ്ചശക്തിയെ സ്വാധിഷ്ഠാനം, മണിപൂരകം, ഇങ്ങനെയുള്ള
ആറാധാരങ്ങളിൽ അല്ലേ, ആറാധാരങ്ങളിൽ സഹസ്രാര പത്മം വിടർന്ന അമൃതാനുഭവത്തിലേക്ക് എത്തും. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നാണ് അല്ലേ. പടിയാറെന്ന് പറയുന്നത് ഈ മൂലാധാര ചക്രം തൊട്ട് സഹസ്രാരപത്മം വിടരുന്നത് വരെയുള്ള 6 ചക്രങ്ങളാണ്. അതാണ് 6 പടി. ഈ മമ്മിയൂരപ്പനെ കാണാൻ വേണ്ടത് ഈ പടി 6 കടക്കലാണ്. അവിടെ കെട്ടിയിരിക്കുന്ന പടി കടക്കുകയല്ല, ഈ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയെ ഉണർത്തുക. അത് ധ്യാനയോഗത്തിൻ്റെ മാർഗ്ഗമാണ്. കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ ഏറ്റവും ആത്മാർത്ഥമായതുമായി ചെയ്യേണ്ടതുമാണ് ഭക്തിയോഗം. പരിപൂർണ സമർപ്പണം. എന്തെങ്കിലും ആഗ്രഹം വെച്ച് കണ്ടീഷൻ വെച്ച് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. നമ്മുടെ ഭക്തി അങ്ങനെയല്ല. എൻ്റെ കുട്ടി 1ാം റാങ്കിൽ പാസ്സായാൽ ഗുരുവായൂർ തുലാഭാരം നേരാം, എൻ്റെ പനി ഇന്ന് മാറിയാൽ നാളെ മമ്മിയൂരപ്പന് വഴിപാട് ചെയ്യാം, എൻ്റെ ഭാര്യ സുഖപ്രസവമായാൽ അല്ലേ. കണ്ടീഷൻ വെച്ചല്ലാത്ത ഒരു ഭക്തിയും ഇപ്പോൾ സാമാന്യ ഭക്തന്മാർക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവത്തിനടുത്ത് പോയാൽ ചിലപ്പോൾ ഇത് കിട്ടില്ല. ഉത്തരം എനിക്ക് കുട്ടിക്ക് MBA അഡ്മിഷൻ കിട്ടണം. ഗുരുവായൂരപ്പനൊന്നും പറയില്ല, മമ്മിയൂരപ്പൻ പറയില്ല. മമ്മിയൂരപ്പ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുക പറയില്ല. ആൾദൈവങ്ങളുടെ അടുത്ത് പോയാൽ പറയും, ഞങ്ങൾക്ക് കോളേജുണ്ട് ഇവിടെ ചേർന്നോളാൻ പറയും. അപ്പോൾ ഇവിടത്തൊക്കെ എളുപ്പം അവിടെയാണ്. കാരണം ഉത്തരം കിട്ടും. MBAക്ക് ചേർന്നല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് MBA കോഴ്സുണ്ട്, അവിടെ ചേർത്ത് തരും. മമ്മിയൂരപ്പന് കോഴ്സില്ലല്ലോ, മമ്മിയൂരപ്പന് ചേർത്ത് തരാൻ പറ്റില്ല. അപ്പോൾ ഈ ഭക്തിയുടെ കണ്ടീഷൻ, ഇതൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊക്കെ ഒരു സത്യമാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ്റെ ഭക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സാക്ഷാത്കാരത്തിലെത്താൻ സാധിക്കില്ല. സമർപ്പിത ഭക്തി, ഇതിന് ഈശ്വരൻ എന്ന പരമാവസ്ഥ. അതാണ് ഈ ഭക്തിയിൽ നിന്ന് അദ്വൈതത്തിലേക്ക്. ഞാൻ വല്ലാത്ത സങ്കീർണമായൊരു വിഷയം എടുത്തിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ അദ്വൈതം, എവിടെയാണ് ഈശ്വരൻ? ഈ അന്വേഷണമാണ്. ഈശ്വരനില്ല എന്നിടത്തും തുടങ്ങി ഈശ്വരനിലെത്തി ഇന്ത്യൻ അന്വേഷണം. സാഖ്യകാരൻ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കപിലൻ, കണാദൻ, ഗൗതമൻ ഇവരൊക്കെ മഹർഷിമാരാണ്. അവരാരും ദൈവത്തെക്കുറിച്ച് പറഞ്ഞില്ല, ബുദ്ധൻ പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സത്യം ദൈവമാണ്. ആ ദൈവ സാക്ഷാത്കാരം എന്നത് പരമമായ ജീവൻ മുക്താവസ്ഥയാണ്. ജീവൻ മുക്തി വെച്ചാൽ മരിക്കുകയല്ല കേട്ടോ, അങ്ങനെ ഒരു ധാരണ ഉണ്ട് ആൾക്കാർക്ക്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ മരിക്കുകയല്ല. ജീവൻ മുക്തന് ഈ അജ്ഞാനം നീങ്ങിക്കിട്ടും, ജ്ഞാനം തെളിഞ്ഞു കിട്ടും. ഭക്തിയിലൂടെയും കിട്ടും, കർമ്മത്തിലൂടെയും കിട്ടും, ജ്ഞാനയോഗത്തിലൂടെയും കിട്ടും, ധ്യാനയോഗത്തിലൂടെയും കിട്ടും. നമ്മൾ പറയില്ലേ, സൽസംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോൾ ഈ പരിപാടി ഇതിനു വേണ്ടിയാണ്. ഈ സത്സംഗമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 500 കോടി ആളൊന്നും വേണ്ട. ഞാനൊക്കെ ലക്ഷക്കണക്കിന് ആളുകളോട് തൊണ്ട കൂട്ടി മാന്യമഹാജനങ്ങളെ ആർത്ത് വിളിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അവിടെ നുണ പറയേണ്ടി വരും, കാരണം അവിടെ സത്യം പറയാൻ പറ്റില്ല. വലിയ സദസ്സിൽ നുണ പറയേണ്ടി വരും. ഇവിടെ നുണ പറയേണ്ട, ഇതൊരു സത്സംഗമാണ്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഞാൻ അസത്യം പറഞ്ഞാലും മനസ്സിലാവുന്ന ആളുകളാണ്. അവർക്ക് ഉദ്ദേശം വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഈ പറയുന്നത് പോലെ ഈ പരമമായ സത്യത്തിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ സത്സംഗത്തിലൂടെ ജീവൻ മുക്താവസ്ഥയിലേക്ക് പ്രവേശിക്കും. അതിന് വേണ്ടതാണ് ഈശ്വര സാക്ഷാത്കാരം. ഈശ്വരനാണ് പരമമായ സത്യം. ഈശ്വരനിലേക്ക് എത്തിച്ചേരാനാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഈശ്വരൻ? എവിടെയാണ് ഈശ്വരൻ? മമ്മിയൂരമ്പലത്തിലാണോ ഈശ്വരൻ? ഗുരുവായൂരമ്പലത്തിലാണോ ഈശ്വരൻ? അനവധി ക്ഷേത്രങ്ങളുണ്ട്, അവിടെയാണോ ഈശ്വരൻ? അനവധി പള്ളികളുണ്ട്, അവിടെയാണോ ഈശ്വരൻ? അനവധി ചർച്ചുകളുണ്ട്, അവിടെ എവിടെയാണ് ഈശ്വരൻ? എവിടെ പോയാലാണ് എനിക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക? ഇതും പ്രശ്നമായില്ലേ? ലോകത്ത് എത്ര ദേവാലയങ്ങളുണ്ട്? ഒരു മതക്കാർ പറയുന്നത് ഞങ്ങളുടെ ദൈവമാണ് ശരി, നിങ്ങളുടെ ദൈവം ശരിയല്ല എന്നാണ്. ഒറിജിനൽ ദൈവം ഞങ്ങളുടെ അടുത്താണെന്നാണ് ഓരോ മതക്കാരും വിളിച്ചു പറയുന്നത്. ഒറിജിനൽ ദൈവത്തിലേക്ക് എത്താൻ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ. അപ്പോൾ ഈ ഒറിജിനൽ ദൈവം എവിടെ ഇരിക്കുന്നു? ഇതൊരു അന്വേഷണത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോഴാണ് ഈ അദ്വൈതം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ദൈവം ഇവിടെ മാത്രമായിരിക്കില്ലല്ലോ. ദൈവമാണ് പരമമായ സത്യമെങ്കിൽ ആ സത്യം സർവ്വവ്യാപി ആയിരിക്കണമല്ലോ, അല്ലേ? ദൈവമാണ് പരമസത്യം എന്നുണ്ടെങ്കിൽ അത് ഒരിടത്ത് മാത്രം നിൽക്കുന്നൊരു സത്യമായിരിക്കില്ല, അത് സർവ്വവ്യാപി ആയിരിക്കും. സർവ്വവ്യാപി ആയിരിക്കുന്നെങ്കിൽ ആ ദൈവം എന്നിലും ഉണ്ടായിരിക്കണം. പുല്ലിലും തൂണിലും തുരുമ്പിലും എന്നിലും ഉണ്ട്. ഈ ഒരു സത്യബോധത്തിലേക്ക് എത്തുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൽ എത്തുന്നത്. അദ്വൈതത്തിൻ്റെ ആദ്യത്തെ പടിയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ അവിടെ ഒരു അഹന്ത വരും, ഞാനാണ് ഈശ്വരൻ. നീലകണ്ഠൻ മാഷ് ഈശ്വരനല്ല, അല്ലേ? ഞാൻ ഈശ്വരനാണ്, നീലകണ്ഠൻ മാഷ് ഈശ്വരനല്ല, പ്രകാശസ്വാമി ഈശ്വരനല്ല. അഹം ബ്രഹ്മാസ്മിയിൽ നിന്നാൽ അങ്ങനെ കുഴപ്പമുണ്ട്. ഛാന്തോഗ്യോപനിഷത്തിൽ പല ഗുരുകുലങ്ങളിൽ പഠിച്ച് ശ്വേതകേതു എന്ന കുട്ടി അച്ഛൻ്റെ അടുത്ത് മടങ്ങി വരും. ഛാന്തോഗ്യോപനിഷത്തിലെ പ്രധാനപ്പെട്ട കഥ അതാണ്. ശ്വേതകേതുവിനോട് അച്ഛൻ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം,
പല സ്ഥലത്തും പഠിച്ചിട്ടാണ് വന്നത്, ധാരാളം പഠിച്ചിരിക്കുന്നു. ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ, ആ അറിവ് നിനക്ക് കൈവന്നുവോ? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഇതാണ് ചോദിച്ചത് അല്ലേ? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ, ആ അറിവ് നിനക്ക് കൈവന്നുവോ? നമ്മളോടൊക്കെയാണ്. ഒന്നറിഞ്ഞാൽ ലോകത്തിലുള്ളതെല്ലാം അറിയാറാകുന്ന ഒരറിവ് എന്താണ്? അത് നിനക്കറിയാമോ? കുട്ടി കൈമലർത്തി. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരു മൺതരിയെ അറിഞ്ഞാൽ നിനക്ക് മൺപ്രപഞ്ചത്തെ അറിയാറാവണം. ഒരു ജലകണത്തെ അറിഞ്ഞാൽ നിനക്ക് ജലപ്രപഞ്ചത്തെ അറിയാറാകണം. ഒരു വായു കുമിളയെ അറിഞ്ഞാൽ വായുപ്രപഞ്ചത്തെ അറിയാറാകണം. അങ്ങനെ പഞ്ചഭൂതാധിഷ്ഠിതമായ ഈ പ്രപഞ്ചത്തെ അതിൻ്റെ സൂക്ഷ്മം കൊണ്ട് അറിയാറാകും. അതുപോലെ അവസാനം ഉദ്ദാലക ആരുണി എന്ന പിതാവ് നിർത്തുന്നത് തത്വമസി ശ്വേതകേതോ എന്നാണ്. ഞാൻ 2 മഹാവാക്യങ്ങളിലേക്ക് പതുക്കെ സഞ്ചരിക്കുക. ഇത് വളരെ സങ്കീർണമായൊരു വഴിയാണ്. ആദ്യം ഞാൻ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി, ഞാനല്ല, വേദാന്തം പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് കണ്ടെത്തി. ഈ പ്രപഞ്ചത്തിലൊക്കെ ഈശ്വരനുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല, അപ്പോൾ എന്നിലുമുണ്ട് ദൈവം, അഹം ബ്രഹ്മാസ്മി. പക്ഷെ ശ്വേതകേതുവിനോട് ഉദ്ദാലക ആരുണി പറഞ്ഞത് തത് ത്വം അസി, അത് നീ ആകുന്നു. ഏത്? ഇത് അഹം അല്ലേ, ബ്രഹ്മം, അത് നീ ആകുന്നു. ഞാൻ ബ്രഹ്മമാണ്, അത് നീയുമാണ്. അപ്പോഴോ ഞാനും നീയും ബ്രഹ്മമാണ്. അപ്പോൾ ഞാനും നീയേ ഉള്ളൂ, 2 ആൾ മാത്രമേ ആയിട്ടുള്ളൂ. അവിടെയും അദ്വൈതത്തിൻ്റെ പടി എത്തിയില്ലല്ലോ. അപ്പോഴാണ് അയമാത്മാ ബ്രഹ്മ, ഈ കാണപ്പെട്ടതെല്ലാം ബ്രഹ്മമാണ്, ഈ കാണപ്പെട്ടതെല്ലാം ഈശ്വരനാണ്. അതിന് വേണ്ടത് എന്താണെന്നും കൂടി അദ്വൈതം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, ശുദ്ധമായ അറിവാണ് ബ്രഹ്മം, ശുദ്ധമായ ജ്ഞാനം. അജ്ഞാനിക്ക് ബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല. ആ ജ്ഞാനം ഞാൻ നേരത്തെ പറഞ്ഞു, പുസ്തകം വായിച്ചുണ്ടാവണമെന്നില്ല, പരമഭക്തിയിലൂടെയും ആ ജ്ഞാനത്തിലെത്താം. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ ജ്ഞാനം തെളിയും. അജ്ഞാനം നീങ്ങി ജ്ഞാനത്തിലെത്തുമ്പോൾ ഞാൻ ഈശ്വരനാണ്, നിങ്ങൾ ഓരോരുത്തരും ഈശ്വരന്മാരാണ്, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരന്മാരാണ്. അപ്പോഴാണ് ഈശാവാസ്യോപനിഷത്തിലെ ദർശനം വരുന്നത്. ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീഥ മാഗൃധ കസ്യുസിദ്ധനം. ഇത്ര സൂക്ഷ്മമായ ഒരു ദർശനം ലോകത്ത് അപൂർവമാണ്. പക്ഷേ ഇത് പഠിച്ചാൽ, ഇത്രയും മനസ്സിലാക്കിയാൽ പിന്നെ വേറെ ജ്ഞാനങ്ങളിലേക്ക് പോകേണ്ടതില്ല. കാരണം ഈശാവാസ്യമിദം സർവം, ഇതിൽ മുഴുവൻ ഈശമാണ്. ഏതിൽ? യത് കിഞ്ച ജഗത്യാം ജഗത്, ജഗത്ത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുവോ അതിലെല്ലാം ദൈവമുണ്ടെന്നാണ്. എന്തുകൊണ്ടൊക്കെയാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുക, അപ്പോൾ ഈ റോസ്റ്റത്തിൽ ദൈവമുണ്ട്, മൈക്കിൽ ദൈവമുണ്ട്, ഇവിടുത്തെ ഓരോ തരിയിലും ദൈവമുണ്ട്, എന്തുകൊണ്ടൊക്കെ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നുവോ അതൊക്കെ ഈശാവാസ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? തേന തെക്തേന ഭുഞ്ചീഥ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. നിനക്കിവിടെ ജീവിക്കണമല്ലോ, അതുകൊണ്ട് ത്യജിച്ചുകൊണ്ട് വേണം ഭുജിക്കാൻ. അതൊരു ഇന്ത്യയിൽ മാത്രമുള്ളൊരു ജീവിത രീതിയാണ്. അതായത് ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. എങ്ങനെയാണ്? ഞാനിപ്പോൾ പഴംപൊരി തിന്നുമ്പോൾ പഴംപൊരി ത്യജിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും, പക്ഷേ എനിക്ക് നാളെ പഴംപൊരി കിട്ടില്ല എന്നൊരു ബോധം ഉണ്ടായിരിക്കണം. മമ്മിയൂർ പ്രസംഗിക്കാവുന്നതുകൊണ്ട് എപ്പോഴും ഈ നേരത്ത് പഴംപൊരി കിട്ടുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ത്യാജ്യബുദ്ധി ഉണ്ടാവില്ല. ഇത് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ കഴിച്ചു. ഭോഗങ്ങളൊന്നുമേ കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. ഇന്ന് പഴംപൊരി കഴിക്കാനുള്ളൊരു വിധി എനിക്കുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണ്ട. അത് ഇനി നാളെ മുതൽക്ക് അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും വേണ്ട. ഇത്രയേ ഉള്ളൂ ജീവിതം. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. സുഖൈക ദർശനമില്ല, ദുഃഖൈക ദർശനവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഈശാവാസ്യമിതം സർവം എന്നറിഞ്ഞാൽ എല്ലാം ഈശ്വരനാണ്. പ്രപഞ്ചം എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുവോ അതൊക്കെ ഈശ്വരനാൽ നിറഞ്ഞതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രപഞ്ച വസ്തുക്കളെ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അതൊരു വേദദർശനാണ്. അഗ്നയേ ഇതം ന മമ, അല്ലേ? ഓരോ തവണ ആഹൂതി ചെയ്യുമ്പോഴും ഇതെനിക്കുള്ളതല്ല. നമ്മളിവിടുന്ന് പോകേണ്ട ആളുകളാണ്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമെന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല. ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങൾക്കും ഗ്യാരണ്ടിയുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങൾക്കും 2 കൊല്ലം തൊട്ട് 4 കൊല്ലം വരെയൊക്കെ ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾക്കിടയ്ക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക. ഈ ഗ്യാരണ്ടി ഇല്ലാത്ത എന്നെ സംബന്ധിച്ച് ത്യജിച്ചുകൊണ്ട് ഭുജിക്കേണ്ടതാണ് ഈ ജീവിതം. മാഗൃധ കസ്യുസിദ്ധനം, മറ്റൊരാളുടേതൊന്നും, ധനം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ധനം വെച്ചാൽ സമ്പത്ത്. മറ്റൊരാളുടേതായിട്ട് ഒന്നും ഞാൻ ആഗ്രഹിക്കുകയും വേണ്ട. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ
CM നീലകണ്ഠൻ മാഷ ഇത് പിടിച്ചു പറിക്കാം എന്ന് വിചാരിക്കണ്ട. എൻ്റേതായിട്ട് ഒന്നും തന്നെ ഇല്ല. അനന്തം ബദമേ വിത്തം യസ്യമേ നാസ്തി കിഞ്ചന. ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തം ബദമേ വിത്തം. ഈ അനന്തമാണ് എൻ്റെ സമ്പത്ത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്തും എനിക്ക് അവകാശപ്പെട്ടതാണ്. അനന്തം ബദമേ വിത്തം യസ്യമേ നാസ്തി കിഞ്ചന. എന്നാൽ എൻ്റേതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. അല്ലാത്ത തോന്നൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇതൊക്കെ എൻ്റെ ആണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ ആണോ? അടുത്ത നിമിഷം എൻ്റേതാണോ? അല്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു ധ്യാനാത്മകമായ ജീവിതബോധമാണ് അഗ്നയെ ഇതം നമമ. ഞാൻ ഈ ഓരോ തവണ ആഹൂതി ചെയ്യുന്നതും എനിക്ക് വേണ്ടിയല്ല. പ്രസംഗിക്കുമ്പോഴും അത് വിചാരിക്കേണ്ടതാണ്. എനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ വേറെ താല്പര്യങ്ങൾ വരും. ഒരുപക്ഷെ എനിക്കറിയാവുന്നത് പങ്കുവെക്കാനാണ് ഞാനിത്. എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. എത്രയോ മഹാപുണ്യാത്മാക്കൾ ജീവിച്ച ഗുരു പരമ്പരകൾ ജീവിച്ച ഒരു മണ്ണിൽ അതിനെങ്ങേയറ്റത്തൊരു പുൽക്കൊടിയായി നിന്നുകൊണ്ട് അനാദിയായ ഗുരു പരമ്പരയെ നമസ്കരിക്കുമ്പോൾ അറിയാറാകുന്നത് ഈ എനിക്കൊന്നും അറിയുന്നില്ല എന്ന അറിവാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ അറിവില്ലായ്മയിൽ നിന്നാണ് അറിവായ അറിവൊക്കെ ഉണ്ടാകുന്നത്. ഇതൊരു സത്യബോധമാണ്. നേരത്തെ CM നീലകണ്ഠൻ മാഷ് അത് പറഞ്ഞു. ഞങ്ങളീ പറയുന്നതൊക്കെ അവസാന വാക്കാണെന്നൊന്നും കരുതേണ്ടതില്ല. ത്യാജ്യഗ്രാഹ്യ വിവേചനം ഉപയോഗിച്ച് നിങ്ങൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, തള്ളേണ്ടത് തള്ളുക. ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചു കഴിഞ്ഞിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത് ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിരിക്കുന്നു. നിനക്ക് നിൻ്റെ അറിവ് വെച്ച് വിശകലനം ചെയ്ത് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം, ത്യജിക്കേണ്ടത് ത്യജിക്കാം. ഇത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ഒരു ജ്ഞാനാന്വേഷണമുള്ളൂ. ബുദ്ധൻ അവസാനം തൻ്റെ ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞത്, ആനന്ദ, ഞാൻ നിൻ്റെ വിളക്കല്ല, നീ നിൻ്റെ വിളക്കാവുക. ബുദ്ധൻ്റെ ഇതാണ് പ്രബുദ്ധത. മറ്റ് പല മതദർശനങ്ങളിലും അങ്ങനെയല്ല. ദൈവം പുറത്താക്കും. ദൈവം ഈ അജ്ഞാനം ഞാൻ അതിനും ചെറുതാക്കാൻ പറയല്ല. ഭാരതത്തിലുള്ള ഒരു ദർശനത്തിൻ്റെ സവിശേഷത അത് ആധികാരികമായിട്ടൊന്നും പ്രസ്താവിച്ചിട്ടില്ല. നേതി നേതി, ഇതല്ല ഇതല്ല. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ തന്നെ പറയാണ് നേതി, ഞാൻ പറഞ്ഞതല്ല. മറ്റെന്താണ്? മാഷ് ചോദിക്കും. അപ്പം മാഷ് പറയും അതല്ല. പ്രകാശസ്വാമി പറയും അതല്ല അതല്ല. നിങ്ങൾ പറയും അതല്ല. എന്നാൽ സത്യം ഇവിടെ ഉണ്ട്. ഈ അനന്തകോടി സത്യങ്ങൾക്കിടയിൽ യഥാർത്ഥ സത്യത്തിലേക്കുള്ള അന്വേഷണം മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത്. ഒരായുസ് കൊണ്ട് പരമസത്യത്തിൽ എത്തുകയില്ല. കുമാരനാശാൻ സങ്കടമായിട്ട് പറഞ്ഞു, കരുതുവതിഹ ചെയ്യവയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതമറികയില്ല, ആയുസ്ഥിരതയുമില്ല, അതിനിന്ദ്യമീ നരത്വം. എനിക്ക് ആ അഭിപ്രായമില്ല. നിന്ദ്യമാണ് നരത്വം എന്ന അഭിപ്രായമില്ല. പക്ഷെ ആശാൻ സങ്കടമായ അവസ്ഥയെ പറഞ്ഞു, കരുതുവതിഹ ചെയ്യവയ്യ. ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യാൻ തുടങ്ങിച്ചാലോ ചെയ്യാൻ അനുമതി കിട്ടിയതിൽ നമ്മുടെ പ്രവൃത്തി നിൽക്കില്ല. പരമഹിതം എന്താണെന്ന് അറിയുകയുമില്ല. അപ്പോൾ ഞാൻ അതിനിന്ദ്യമാണെന്ന് പറയില്ല, ഞാൻ പറയും അതിധന്യമേ നരത്വം. കാരണം നമുക്ക് അന്വേഷിക്കാമല്ലോ, നമ്മുടെ പരമ്പരകളിലൂടെ അന്വേഷിച്ചു പോകാം. ഇതാണ് ഈ ഭക്തിയുടെ ഒരു സൗഖ്യം. നമുക്ക് ആശങ്കകളില്ലാതെ പരമസമർപ്പണം ചെയ്താൽ കഷ്ടപ്പെട്ട് ജ്ഞാനത്തിലൂടെ എത്തുന്ന പടിയിലെത്തും, കഷ്ടപ്പെട്ട് കർമ്മം ചെയ്താലെത്തുന്ന പടിയിലൂടെ എത്തും, കഷ്ടപ്പെട്ട് ധ്യാനം ചെയ്താലെത്തുന്ന പടിയിലൂടെയും എത്തും. ഭക്തിയാണ് ഒരർത്ഥത്തിൽ ഈശ്വരനിലേക്ക് എത്താനുള്ള ഏറ്റവും ലളിതവും എന്നാൽ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതുമായ മാർഗം. അതുകൊണ്ടാണ് ഭക്തി യോഗം, അമ്പലങ്ങൾ, ക്ഷേത്രവിജ്ഞാനവും ക്ഷേത്ര സംസ്കാരവും നമ്മുടെ വിജ്ഞാനങ്ങളും എന്നല്ലേ പറഞ്ഞു വന്നത് അല്ലേ? ഭക്തി ക്ഷേത്ര കേന്ദ്രീകൃതമായതും ക്ഷേത്രത്തോട് ചേർന്ന് വിജ്ഞാനം വന്നതും കലകളും അങ്ങനെ തന്നെയല്ലേ? കലകളിലൂടെ കലാകാരൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊരു കഥ കേട്ടിട്ടുള്ളത് ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല. ചെമ്പൈ സ്വാമി ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ചെമ്പൈ സ്വാമി അറിയാമല്ലോ, ഗുരുവായൂർ നൃത്തത്തോട് പാടിയിട്ടുള്ള ആളാണ്. ചെമ്പൈ പ്രശസ്തമായ കരുണ ചെയ്വാനന്ദ് താമസം കൃഷ്ണ യദുകുല കാമ്പോജിയിലാണ്. അദ്ദേഹം അത് യദുകുല കാമ്പോജിയിലാണ് പാടുക, മറ്റു പലരും ശ്രീരാഗത്തിലാണ് പാടുക. യദുകുല കാമ്പോജിയിൽ പാടി ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ കേട്ടിരിക്കുന്ന മനുഷ്യരൊക്കെ സ്വയം മറന്ന ആനന്ദാതിരേകത്തിൽ അങ്ങ് മുങ്ങി ആറാടി. കഴിഞ്ഞിട്ട് സ്വാമിയോട് പറഞ്ഞു, സ്വാമി അപ്പൊട്ടൊരു 8 സ്ഥലത്തെത്തിയപ്പോഴത്തെ ഒരു പാട്ടുണ്ടല്ലോ, അയ്യോയ്യോയ്യോ പ്രമാദം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമി ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് ഈ സ്പൂൾ തിരിച്ച് ആ ഭാഗം സ്വാമിയെ കേൾപ്പിക്കാൻ വേണ്ടി തിരിച്ച് അത് കേൾപ്പിച്ചു. പക്ഷേ ഇവർ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അത് റെക്കോർഡായിട്ടില്ല. അതുവരെയൊക്കെ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ സ്വാമിക്ക് സങ്കടമല്ല കേട്ടോ. സ്വാമി പറഞ്ഞു,
അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അത് ഗുരുവായൂരപ്പൻ പാടിയതാണ്. അതുവരെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് പാടിയത്. ഒരു ഘട്ടത്തിൽ വെച്ച് ഗുരുവായൂരപ്പൻ അത് ഏറ്റെടുത്തു. അത് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയിട്ടുണ്ടാവും. അവിടെയാണ് ഈ പറയുന്ന ഒരു കോസ്മിക് റിയാലിറ്റിയിലേക്ക്, തുരീയാവസ്ഥയിലേക്ക്. ഇതിന് തുരീയമെന്നാണ് വേദാന്തികൾ പറഞ്ഞാൽ വേദാന്തമൊന്നും പറയാത്തത്. അത് ഈ പറഞ്ഞ പോലെ ഭക്തിയോഗത്തിന് വിരുദ്ധമാണ്, അത് സങ്കീർണമാണ്. ഇപ്പോൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം, ഈ 4 അവസ്ഥകളെ പറയും. ജാഗ്രത അവസ്ഥയിൽ ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്, ഇത് കൃഷ്ണൻകുട്ടി സാറാണ്, ഇത് മാഷാണ്, ഇത് ഇന്നതാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇന്ന ആളാണ്, ഞാനിവിടെ സംസാരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും സത്യമല്ല എന്ന് മായ അറിയുന്നവർക്കറിയാം. ഇതൊന്നുമല്ല, ഞാനിവിടെ അടുത്ത നിമിഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഞാനിപ്പോൾ പറയുന്ന സത്യമല്ല, നാളെ ഇത് മാറ്റി പറയും. ഞാൻ ഇന്ന് പറയുന്ന അറിവല്ല നാളെ പറയാം. അപ്പം ഇന്നത്തെ ഇത് സത്യമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം, ജാഗ്രതയെ പറയുമ്പോൾ തന്നെ. പക്ഷേ സ്വപ്നാവസ്ഥയിൽ ഞാൻ അമേരിക്കയിൽ പോയതൊക്കെ സ്വപ്നം കാണും. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സത്യമല്ല, സ്വപ്നമാണ്. സുഷുപ്തിയിലേക്ക് വന്നാലോ, സുഷുപ്തി വെച്ചാൽ ഗാഠമായ ഉറക്കാണ്. നമ്മളെന്താ കഴിഞ്ഞ് പറയാം, ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. നെറ്റ് റിസൾട്ട് അറിഞ്ഞില്ല എന്ന് തന്നെയാണ്, അജ്ഞാനം തന്നെയാണ്, അല്ലേ? ജാഗ്രതയിൽ കാണുന്നതിന് സത്യബോധമില്ല, ഇത് സത്യമാണെന്ന് പറയാൻ കഴിയില്ല. സുഷുപ്തിയിൽ കാണുന്നതും സത്യമാണെന്ന് പറയാൻ വയ്യ, സ്വപ്നത്തിൽ കാണുന്നതും സത്യമാണെന്ന് പറയാൻ വയ്യ. തുരീയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ സത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ തുരീയത്തിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റില്ല. ആ തുരീയത്തിലെത്താനാണ്, ഈ ജീവൻ മുക്താവസ്ഥയിലെത്താനാണ് പറയുന്ന പരമഭക്താവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ശാശ്വത സത്യമല്ല. ഇപ്പോൾ ഇന്നലെ എനിക്കറിയാമായിരുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ ഒരാളിനെ ചീത്ത പറഞ്ഞാലും കാര്യമില്ല, ആ ചീത്തയൊന്നും സത്യമല്ല, ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ ആ ചീത്ത എനിക്ക് ഇല്ല, എനിക്ക് വേണ്ടതില്ല. ഇങ്ങനത്തെ ഒരു സത്യബോധത്തിലേക്ക്, ഒരു പക്ഷേ എനിക്ക് ദുഃഖങ്ങളുണ്ടാവും, നമുക്കറിയാമല്ലോ ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. ആ ദുഃഖങ്ങളെ മറികടക്കാനുള്ള സത്യബോധം ഈ തുരീയത്തിലേക്ക് എപ്പോഴെങ്കിലും എത്തും. കലാകാരനെത്തി തിരിച്ചു പോരും. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ അയാൾ ദൈവികമായ ഒരവസ്ഥയിലെത്തും. പിക്കാസോയുടെ പ്രശസ്തമായൊരു ചിത്രത്തെ ആരോ മാറ്റി വരച്ചപ്പോൾ ഒരു ആസ്വാദകൻ പറഞ്ഞത് ദൈവം ആ ചിത്രത്തിൽ നിന്ന് പറന്നുപോയി എന്നാണ്. പിക്കാസോ വരയ്ക്കുമ്പോൾ അതിൽ ദൈവസാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. മറ്റൊരാൾ പകർത്തി വരച്ചപ്പോൾ ദൈവം ആ ചിത്രത്തിൽ നിന്ന് പറന്നുപോയി. ഇതാണ് ഈ അൾട്ടിമേറ്റം പരമം ആയ ഒരവസ്ഥ. ഇവിടേക്ക് എത്താനാണ് ഒരുപക്ഷെ പരമനിർമ്മല സത്യസ്വരൂപത്തിലേക്ക് എത്താനുള്ള, ഇത് അനവധി തവണ ഈ അദ്വൈത മാർഗത്തിലൂടെ പലരും പറഞ്ഞിട്ടുണ്ട്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. പറഞ്ഞത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്വൈതമാണ്, അല്ലേ? ഞാനെന്ന അഹന്ത തോന്നരുത്. ഞാനാണ് എല്ലാം എന്ന് തോന്നിയാൽ ഈ അഹം ബ്രഹ്മാസ്മി അല്ലാതെ അത് എൻ്റെ വ്യക്തി അഹന്തയാണ്, കേവലാഹന്തയാണ്. തോന്നേണ്ടത് അഖിലം ഞാൻ, ഈശാവാസ്യമിതം സർവം, ഈ കാണപ്പെട്ടതൊക്കെ ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചം ഞാനായിട്ട് വിടരും. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരരാശികളിൽ ഞാനുണ്ടാവും. അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാൻ ആയുധമെടുക്കാൻ സാധിക്കുകയില്ല. ഞാനിപ്പോൾ വിഷയമൊന്നും അതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചാണ്. ആലപ്പുഴയിലെ കൊലപാതകത്തിൻ്റെ കഥയൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഇന്ന് സ്വാമിയെ കൊന്നാൽ എനിക്ക് മോക്ഷം കിട്ടും എന്ന് ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല എന്ന് അറിയേണ്ടതുണ്ട്. ഒരാളെ കൊന്നതുകൊണ്ട് ഒരു മതവും മോക്ഷമോ ജീവൻ മുക്തിയോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ സ്വാമിയെ വേദനിപ്പിച്ചാൽ ദൈവത്തെ വേദനിപ്പിക്കുകയാണ്. ഈശാവാസ്യമിതം സർവം അദ്വൈതമാണ്. ഭക്തിയും അദ്വൈതവും കൂടി ചേരുമ്പോഴാണ്, ഞാനത് പറയാൻ വേണ്ടിയാണ് ഈ കലർപ്പ്, ഭക്തിയും അദ്വൈതവും കൂടി ചേരുമ്പോഴാണ്. വെറും ഭക്തിയായാൽ ഗുരുവായൂർ അപ്പൻ മാത്രം ഉണ്ടായാൽ മതി, ബാക്കി ആരെ ചെയ്താലും എന്ത് ചെയ്താലും കുഴപ്പമില്ല. കൊള്ള നടത്തിയിട്ടുള്ള പൈസ കൊണ്ടത് ഗുരുവായൂരപ്പന് കൊടുത്താൽ നാളെ കൊള്ള തന്നെ തുടരാം. 500 ആളെ കൊന്ന് കൊട്ടേഷൻ നടത്തി, അല്ലേ? കൊട്ടേഷൻകാരനും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ടാണ് പോയി ചിലപ്പോൾ, അങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. കൊട്ടേഷൻ നടത്തിയ പണം കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന് കൊടുത്താൽ അടുത്ത കൊട്ടേഷനിൽ സാങ്ഷനായി എന്ന് വിചാരിക്കാനുള്ള അതും ഭക്തി കൊടുക്കും. പക്ഷേ ഈശാവാസ്യമിതം സർവം, അദ്വൈത ബോധത്തോടു കൂടിയേ യഥാർത്ഥ ഭക്തി പ്രകാശിക്കുകയുള്ളൂ. ഈശാവാസ്യമിതം സർവം, ഈ കാണപ്പെട്ടതിൽ മുഴുവൻ ഈശമുണ്ട്. അതുകൊണ്ടൊരു ഉറുമ്പിനെ വേദനിപ്പിച്ചാൽ ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തൻ ഒരു ജീവനെയും വേദനിപ്പിക്കുകയില്ല. എൻ്റെ മുത്തശ്ശി വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളായിരുന്നു. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുള്ളത് മഹാവികൃതിയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ തന്നെ വികൃതിയായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ പുഴുവിനെ ഈ ഒരു കല്ലെടുത്ത് ഇങ്ങനെ കുത്താൻ വേണ്ടി പിന്നാലെ ഓടി കുത്തുക. എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്, 3-4 വയസ്സായിട്ടുണ്ടത്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അയ്യോ ഉണ്ണി, അതിനെ കുത്തി കൊല്ലേ, അതിനൊന്നും ചെയ്യലേടാ, അത് ഈശ്വരൻ എണ്ണയും കൊണ്ട് പോവുകയാണെന്നു. ഒരു ചെറിയ ചുവപ്പും കറുപ്പുമായിട്ടൊരു പുഴു ഇവിടെ ഉണ്ടോയെന്നറിയില്ല, എണ്ണക്കാരൻ പുഴു എന്നാണ് അതിനെ
മുത്തശ്ശി പഠിപ്പിച്ചത്. അപ്പോൾ തൊടു അതിന് മുകളിൽ എണ്ണയൊക്കെ കാണാം. അപ്പോൾ ഈശ്വരൻ എണ്ണയും കൊണ്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈശ്വരൻ എണ്ണ കൊണ്ട് പോകുന്നതിനെ ഉപദ്രവിക്കേണ്ട എന്നാണ് മുത്തശ്ശി പഠിപ്പിച്ചത്. ഇപ്പോഴും എനിക്ക് ആ പുഴുവിനെ വേദനിപ്പിക്കാൻ തോന്നില്ല. കാരണം ഈശ്വരൻ എണ്ണയും കൊണ്ട് പോവുക, എന്നാൽ പിന്നെ പാമ്പിനെ വേദനിപ്പിക്കാൻ പറ്റുമോ? കുട്ടിക്കാലത്ത് മുത്തശ്ശി എന്നെ പഠിപ്പിച്ചതാണ്. ഞങ്ങളൊരു പാമ്പുങ്കാവ് ഉണ്ടായിരുന്നു തറവാട്ടിൽ. കളിക്കാൻ പോയി കരിവള്ളി കൊണ്ടുള്ള ഊഞ്ഞാലിൻ്റെ മുകളിലൊക്കെ കയറി ഒരു പാമ്പിനെ കണ്ട് ഞങ്ങൾ പേടിച്ചോടി വന്ന് പറഞ്ഞു, അയ്യോ പാമ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, പേടിക്കണ്ട, അതൊന്നും ചെയ്യില്ല, അത് സത്യമുള്ളൊരു പാമ്പാണ്. 5 മണിക്കൊരു പാമ്പ് അതിൽ കൂടെ പോലും പതിവുള്ളതാണ്. ഈ ബസ്സൊക്കെ പോണ സമയം പോലെയാണ് മുത്തശ്ശി പറയുന്നത്. 4 മണിക്ക് പോണ പാമ്പ്, 5 മണിക്ക് പോണ പാമ്പ്, 6 മണിക്ക് പോണ പാമ്പ്. എന്നിട്ട് മുത്തശ്ശി ഇത് മാത്രമല്ല, ആ പാമ്പുകാവിലേക്ക് അടിച്ചെന്നിട്ട്, എന്തിനാ അത് വെറുതെ വേണ്ടാതെ കുട്ടികളെ പേടിപ്പിക്കുന്നത്? ഒന്നും ചെയ്യരുത് കേട്ടോ, നമ്മുടെ കുട്ടികളാണ്, വേണ്ടതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇന്നേ വരെ എന്നെ പിന്നെ പാമ്പ് പേടിപ്പിച്ചിട്ടില്ല. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയാം, അല്ലേ? പക്ഷേ എൻ്റെ മുത്തശ്ശിക്ക് ആ പാമ്പും ഞാനും മുത്തശ്ശിയുടെ മക്കളായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശി വിചാരിച്ചത് ആ പാമ്പും ഞാനും തമ്മിലൊരു സംഘർഷം ഉണ്ടാവരുത്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളും ഏകോത്തര സഹോദരന്മാരാണ്. ഈശാവാസ്യം ഇതം സർവം. മുത്തശ്ശി അത് പഠിച്ചിട്ടൊന്നുമില്ല, മുത്തശ്ശിക്ക് അത് അറിയാമായിരുന്നു. ഇപ്പം ഞാൻ ഭാരതീയ ദർശനം ആരും മതപാഠശാലയിൽ വടിയെടുത്ത് പഠിപ്പിക്കുന്നതല്ല. അതാണ്, നമുക്കങ്ങനെ ഒരു ഏർപ്പാടില്ല. മറ്റു പലർക്കും ആ ഏർപ്പാടുണ്ടാവും. നമ്മൾ തുടങ്ങണമെന്നില്ല. നമ്മളങ്ങനെ തുടങ്ങിയാൽ നമ്മുടേതല്ലാതായിത്തീരും. മറ്റു ചിലർ അങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് കരുതി നാളെ വടിയെടുത്ത് പാഠശാലയിലിരുത്തി പഠിപ്പിച്ചാൽ നമ്മളല്ലാതായിത്തീരും. അത്രയും പറയാൻ എന്നെ അനുവദിക്കണം. നമ്മുടെ രീതി നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഈ നമശിവായ, ഞാനീ പറഞ്ഞ ജ്ഞാനമൊന്നുമില്ല. മലമ്പണ്ടാരന്മാർ പാടുന്നൊരു പാട്ടുണ്ട്, നമശിവായ മെപ്പടി ഞാനും നീയും മെപ്പടി, ഞാനും നീയും മെപ്പടി നമശിവായ മപ്പടി. എന്താ അതിൻ്റെ അർത്ഥം? നമശിവായ മെപ്പടി. നമശിവായ വെച്ചാൽ ബ്രഹ്മം, ഈശ്വരൻ എങ്ങനെയാണ്? ഞാനും നീയും എപ്പടി, അഹം ബ്രഹ്മാസ്മി തത്വമസി. ഈ നമശിവായം അതാണ്. അതറിയാതെ ശിവനെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പടിയാറും കടന്ന് അവിടെ ചെന്നിട്ട് കണ്ടാലേ പരമശിവനെ നമുക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം സാധിക്കും. നമശിവായ മെപ്പടി ഞാനും നീയും എപ്പടി, ഞാനും നീയും എപ്പടി നമശിവായം അപ്പടി. ഇതാണതിൻ്റെ ഒരു, ഇതെല്ലാത്തിലും ഉണ്ടല്ലോ. ഈ ആരാ ഇത് പറയാത്തത്? ഏത് ഗുരുവാ പറയാത്തത്? അവനിവനെന്ന് അറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം, അല്ലേ? ഞാൻ നീലകണ്ഠൻ സാർ എന്നൊക്കെ പറയുന്നത് ഒറ്റ ആത്മരൂപത്തെയാണ്. 2 നാമരൂപമായിട്ട് കാണപ്പെടുന്നു എന്നേ ഉള്ളൂ, 2 ശരീരരൂപമായിട്ട് കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ സുഖത്തിന് ചെയ്യുന്നത് മാഷ സുഖത്തിനായിരിക്കണം. മാഷ വേദനിപ്പിക്കരുത്. ഇത് അദ്വൈതമാണ്. ഇത് ഭക്തിയുടെ ഭാവത്തോട് ചേർത്ത് വെച്ചാണ് ഭാരതം അതിജീവിച്ചത്. നമ്മൾ ഒരിക്കലും ആരെയും വേദനിപ്പിച്ചൊരു ജനതയല്ല. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ചൊരു ജനതയാണ്. നമ്മളാരെയും കൊന്നു തള്ളിയൊരു ജനതയല്ല. ഇന്ത്യാ ചരിത്രത്തിൽ അങ്ങനെ മഹത്തായ കൂട്ടക്കൊലകളൊന്നും നടന്നിട്ടില്ല. അതുണ്ടാവാതിരിക്കാൻ കാരണം ഈ കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എനിക്കൊക്കെ ഏറ്റവും വലിയ പരിമിതി, എൻ്റെ വീട്ടിൽ ഒരിക്കൽ കിടക്കയിലൊരു പാമ്പ് കയറി. ഇത് പറയുമ്പോൾ പറയണമല്ലോ. അപ്പോൾ പാമ്പ് കയറി, പാമ്പിനെ ഓടിച്ചു, പുറത്തേക്ക് ചടിച്ചു. അപ്പോൾ എൻ്റെ മകൻ അന്ന് അവന് 6-7 വയസ്സ്, അച്ഛാ കൊല്ലൂ, അടിക്കൂ, കൊല്ലൂ എന്നൊക്കെ പറയും. എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അടിക്കാനൊന്നും പറ്റില്ല. പാമ്പിനെ അങ്ങനെ പേടിച്ചിട്ടല്ല, അതിനെ അങ്ങനെ അടിച്ചു കൊല്ലുക. അപ്പോൾ ആരോ പറഞ്ഞു മണ്ണെണ്ണ ഒഴിച്ചാൽ ഓടില്ല. ഞാൻ പറഞ്ഞു അതാ ഇങ്ങോട്ട് പൊക്കോട്ടെ, അതിനെ ഉപദ്രവിക്കണ്ട. എന്നെ എൻ്റെ മകനടക്കമുള്ള ആളിൽ കളിയാക്കിയതിന് കണക്കില്ല. ഒരു പാമ്പിനെ കൊല്ലാൻ പറ്റാതെ വലിയ വർത്തമാനം പറയാൻ നിൽക്കും. എനിക്ക് സങ്കടമായി. ഞാനൊരു കവിത എഴുതി, പാമ്പിനെ കൊല്ലുന്നത് എങ്ങനെ. അതാണ് ഈ കവികളുടെ ഒരു കുഴപ്പം. പാമ്പിനെ കൊല്ലുന്നത് എങ്ങനെ? ജീവൻ്റെ കാമ്പിനെ തീണ്ടും വിഷജ്വാലയെ, പാമ്പായിരുന്ന നാൾ ഞാൻ ഇഴഞ്ഞെത്തിയ പാതാള തൃഷ്ണയെ, കാമങ്ങളെ സർപ്പിളാകാരമായി എൻ്റെ നാഭീമൂല പത്മത്തിലുണ്ട് നീ എന്നിരിക്കെ, കൊല്ലുന്നതെങ്ങനെ നിന്നെ ഞാൻ എന്നെയും. സർപ്പിളാകാരമായി എൻ്റെ നാഭീമൂല പത്മത്തിലുണ്ട് നീ എന്നിരിക്കെ, കൊല്ലുന്നതെങ്ങനെ നിന്നെ ഞാൻ എന്നെയും. ഈ പാമ്പ് ഈ അകത്ത് ചുറ്റിക്കിടക്കുകയാണ്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദക്കൂത്തു കണ്ട ആടുപാമ്പേ, ശ്രീനാരായണ ഗുരു, അല്ലേ? ആ പാമ്പ് ഇവിടെ കിടക്കുക. ഈ സർപ്പിളാകാരമായി പാമ്പ് കിടക്കുന്നു. ഞാൻ എങ്ങനെ നിന്നെ കൊല്ലും? എന്നെ എങ്ങനെ കൊല്ലും? കൊല്ലാതെ തീരുമോ സർപ്പസത്രം? കൊന്ന പാപങ്ങളെ തിന്നു താൻ തീർക്കുക, മാമ്പഴത്തിൽ പുഴു ബാക്കിയല്ലോ. അവസാനം പുഴുവായും തക്ഷകൻ വരും. ഇതൊക്കെ ഭാരതം പറഞ്ഞു വച്ചിട്ടുണ്ട്. കഥയിലൂടെയാണ് പറഞ്ഞത്. ജ്ഞാനത്തിലേക്കുള്ള പടികളാണ് ഈ കഥകളൊക്കെ. അല്ലാതെ കഥകളെ നമ്മൾ കഥകളായി സ്വീകരിക്കുകയും
അതിൻ്റെ പേരിൽ വെറുതെ അർത്ഥശൂന്യമായ കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ അദ്വൈതം നമുക്ക് നഷ്ടപ്പെടും. ഈ അദ്വൈതം നഷ്ടപ്പെട്ടാൽ പിന്നെ ഭക്തിക്ക് സത്യമില്ല. ഭക്തി സത്ത അദ്വൈതമാണ്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ പാമ്പിനെ കൊല്ലാൻ വയ്യ. പാമ്പ് പരമശിവൻ്റെ കഴുത്തിലിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു എലിയെ കൊല്ലാന്ന് വെച്ചാൽ എലിയെ കൊല്ലാൻ നിർത്തിയുണ്ടോ? എലിയുടെ പുറത്തിരിക്കുകയാണ് ഗണപതിയുടെ വാഹനമാണ്. എന്നാൽ പിന്നെ പുലിയെ കൊല്ലാന്ന് വയ്ക്കുക. പുലിയെ കൊല്ലാൻ നിർത്തിയുണ്ടോ? പുലിയുടെ പുറത്തിരിക്കുകയാണ് അയ്യപ്പൻ. ഞാൻ ഈ സങ്കല്പിച്ച് ഈ 30 കോടി ദേവതാ സങ്കല്പങ്ങളിൽ ഒക്കെ ഈ ജീവജാലങ്ങളും വന്നിട്ടുണ്ട്. ഈ ജീവജാലങ്ങളോട് ചേർന്നാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും ഈ ദൈവസങ്കല്പത്തോട് ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു പുല്ലിനെ വണങ്ങിയാലും പുൽച്ചാടിയെ വണങ്ങിയാലും ഈശ്വരനെ തന്നെയാണ് വണങ്ങുന്നത്. ഈ വണങ്ങലും ഈ സമർപ്പണവും ആണ് ഭക്തിയുടെ അദ്വൈത ഭാവം. അദ്വൈത ഭാവമില്ലാത്ത ഭക്തി വ്യാവസായിക ഭക്തിയാവും. ഞാൻ അമ്പലത്തിൽ വന്നത് പറയാൻ പാടുണ്ടോയെന്നറിയില്ല, വരുമാനമൊക്കെ കുറഞ്ഞു പോകും. കാരണം വ്യാവസായിക ഭക്തി പാടില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ വഴിപാട് നിർത്തും. അപ്പോൾ അതൊക്കെ നടത്തിക്കോളൂ, അതൊക്കെ വ്യവഹാരമാണ്. ഞാനൊരു തമാശയായിട്ട് പറയല്ല, അത് ഒരു കുട്ടി ദൈവത്തെ കണ്ടു. ദൈവം വളരെ കഷ്ടപ്പെട്ടിങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഒരേ സമയത്ത് എത്ര കോടാനുകൂടി ആളുകളാണ് നിന്നെ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ ഏത് സൂപ്പർ കമ്പ്യൂട്ടറാണ് നിൻ്റെ കയ്യിലുള്ളത്? അല്ലേ, ഇപ്പോൾ ഈ സെക്കൻഡിൽ എത്ര ആൾ പ്രാർത്ഥിച്ചു? ഈ പ്രാർത്ഥനയൊക്കെ പ്രോസസ്സ് ചെയ്തൊക്കെ ഓരോരുത്തർക്ക് നമ്മൾ കമ്പ്യൂട്ടർ അങ്ങനെയാണല്ലോ, ഇതൊക്കെ ഫീഡ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ. എന്ത് സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചാണ് നീ ഇത് പ്രോസസ്സ് ചെയ്യുന്നത്? ദൈവം പറഞ്ഞു, അങ്ങനെ ഒരു കമ്പ്യൂട്ടറൊന്നും എൻ്റെ കയ്യിലില്ല മോനെ. വേറൊരു സംവിധാനമുണ്ട്. ആളുകൾ വന്ന് പ്രാർത്ഥിക്കും, എൻ്റെ മകൻ പരീക്ഷ പാസ്സാവണേ. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റുണ്ട്, അത് കത്തില്ല. പലരും ഇങ്ങനെ സ്വന്തം സ്വാർത്ഥ പ്രാർത്ഥനകൾ നടത്തും. ചിലർ പ്രാർത്ഥിക്കും, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ഒരു ബൾബ് കത്തും എൻ്റെ കമ്പ്യൂട്ടറിൽ, ഞാനത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിഹരിക്കപ്പെട്ടാൽ നമുക്കൊക്കെ സുഖം ഉണ്ടാവും. ഇപ്പോൾ കോവിഡ് അമേരിക്കയിൽ വന്നതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് സുഖമായി എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒമിക്രോൺ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലല്ലേ, ഇതവിടെ എത്തി അല്ലേ? അങ്ങനെയാണ് കോവിഡും വന്നത്. അമേരിക്കയിൽ ആഫ്രിക്കയിൽ ഒക്കെ ഉണ്ടായാൽ നമ്മൾ സുരക്ഷിതരാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ എവിടെ എന്ത് ദുരന്തം വന്നാലും നിങ്ങളുടെ പടിവാതിൽക്കലും എത്തും. അതുകൊണ്ട് പരിഹാരവും അങ്ങനെ തന്നെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ അർത്ഥമുണ്ടായത് കോവിഡ് കാലത്താണ്. എനിക്ക് കോവിഡ് വരാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മാത്രമായിട്ട് വരാതിരിക്കില്ല, ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ കോവിഡും നീങ്ങിയാലേ എനിക്ക് സുരക്ഷയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ പരീക്ഷണം എന്നൊക്കെ പറയുക. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നത് ഈ സർവ്വവ്യാപിയായ സത്തയാണെന്നും അത് സത്യമാണെന്നും അത് എല്ലായിടത്തും ഉണ്ടെന്നും എന്നിൽ ഉണ്ടെന്നും നിങ്ങളിലും ഉണ്ടെന്നും അതുകൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ ദൈവത്തെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണെന്നും ആനന്ദമെന്നത് പരവേദനയിൽ നിന്നോ പരദ്രോഹത്തിൽ നിന്നോ ഉണ്ടാകുന്നതല്ല എന്നും സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദം പോലൊരു ആനന്ദം. എനിക്കിപ്പം കൃഷ്ണൻകുട്ടി സാറിനെ സ്നേഹിക്കാൻ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അനുവാദം വേണ്ട, അല്ലേ? ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു, അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം കൃഷ്ണൻകുട്ടി സാർ എനിക്ക് തരുന്നതല്ലെങ്കിലും ഞാൻ സ്വയം നേടുന്നുണ്ട്. ഒരാളെ, ഒരു ജീവനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഒരു ജീവനെ ആകുമ്പോൾ എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് സത്തയായ ഈശ്വരനെ ആയാലോ ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദം എന്താ, അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായ പരമനിർമ്മല സത്യസ്വരൂപത്തെയാണ് നമ്മൾ പ്രേമിക്കുന്നത്, നമ്മൾ പ്രണയിക്കുന്നത്. അപ്പോൾ ഭക്തിയുടെ ഒരു ആനന്ദം, ഈ ആനന്ദം കാശ് കൊടുത്താൽ കിട്ടാത്തൊരു സംഗതിയാണ്. ഒരു 10 ഗ്രാം ആനന്ദം കിട്ടാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടും കാര്യമില്ല. സൂപ്പർ മാർക്കറ്റ് എല്ലാം വാങ്ങാൻ കിട്ടും, ആനന്ദം മാത്രം വാങ്ങാൻ കിട്ടുന്നില്ല. ഞാൻ ഈയിടെ പല പ്രസംഗങ്ങളിലും പറഞ്ഞു, ഈ വയലാർ രാമവർമ്മ ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താണെന്നതിന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്, അദ്ദേഹം ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസ്സിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? നോക്കൂ, ഒരു മനുഷ്യനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. വയലാർ പറഞ്ഞതൊക്കെ സന്ധ്യകൾ, ചന്ദ്രിക, ഗന്ധർവഗീതം, ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളും ഉള്ളതുകൊണ്ടാണ് കൊതി തീരും വരെ ഇവിടെ ഞാൻ ജീവിക്കുന്നത്. ഇതൊരു പ്രപഞ്ച പ്രതിഭാസമാണ്. ഉയിരിൻ കൊലക്കുടുക്കാക്കാകും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. തൂങ്ങി മരിക്കാൻ ഉപയോഗിക്കുന്ന കയറുകൊണ്ട് ഊഞ്ഞാല് കെട്ടാം എന്ന് അറിയുന്നതാണ് ജയം. ഇതാണ് ഈ എന്തും സത്യത്തോടെ കാണുമ്പോൾ സർപ്പരജ്ജു ന്യായം എന്ന് പറയും.
സർപ്പരജ്ജു ന്യായം എന്ന് പറയുന്നത് കയറിനെ കണ്ട് പാമ്പാണെന്ന് കരുതി പേടിച്ചു കൊടുത്ത, അതാണ് ഈ അസത്യ ദർശനം. സത്യത്തിൽ കണ്ടത് കയറാണ്, പക്ഷെ പാമ്പാണെന്ന് വിചാരിച്ചു. പക്ഷെ പാമ്പിനെ കണ്ടാലുണ്ടാകുന്ന അതേ ഭയം കയറിനെ പാമ്പാണെന്ന് ധരിച്ചാലും ഉണ്ടാകും. എന്നാൽ അത് പാമ്പല്ല കയറാണെന്ന് വിചാരിച്ചാൽ ആ ഭയം ഒഴിഞ്ഞു പോകും, തിരിച്ചും വരും. പാമ്പിനെ കണ്ട് കയറാണെന്ന് വിചാരിച്ചാലോ അപ്പോഴും തിരിച്ചല്ലേ ഉണ്ടാവുക, അപകടം ഉണ്ടാവും. ഇതാണ് ഈ ഭേദചിന്തയല്ല, ഭേദചിന്തകളിലും സത്യമുണ്ട്. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. സുഖം മാത്രമായിട്ട് അതൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. രാത്രിയും പകലും ഉണ്ട്, എനിക്ക് പകൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രതിയും നിർവേദവും ഉണ്ട്, എനിക്ക് നിർവേദം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിയും മൃതിയും ഉണ്ട്, എനിക്ക് മരണം വേണ്ട, ജനനം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് ജീവിതം. മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മരിക്കാത്തവരായിട്ട് ആരും ഭൂമിയിലില്ല. എന്നാൽ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ ജീവിതം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. സന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. നേരത്തെ പറഞ്ഞതിൻ്റെ നാട്ടുമലയാള. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള അവിടെ ഇരുന്ന് പാറ്റയെ പിടിക്കാൻ നോക്കുകയാണ്. പാമ്പിൻ്റെ വായിലാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഈ ചക്ഷുശ്രവണൻ്റെ വായിലകപ്പെട്ട പാമ്പിനെ തവളയെ പോലെയുള്ള ജന്മം കൊണ്ട് എന്തിനാണ് മറ്റൊന്നിനെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്നിട്ടാണ് പറയുന്നത്, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ, ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം, വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം എന്ന് പറയാണ്. ഇത് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നരേന്ദ്രനാണ്, രാജാവാണ്, മുഖ്യമന്ത്രിയാണ്, MLA ആണ്, ഞാൻ മഹാപ്രമാണിയാണ്, ധനാഢ്യനാണ് എന്ന് അഹങ്കരിച്ച് ഈ ദേഹത്തിലിരിക്കുന്ന ദേഹി വിട്ടുപോകും. ഏതെങ്കിലും ജന്തുക്കൾ തിന്ന് അവ കാഷ്ടിച്ച് വെണ്ണീറായി ചമഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു സത്യബോധത്തിൽ നിന്നുകൊണ്ടാണ് സത്യത്തിൽ നശ്വരമായ പരിമിതമായ ജീവിതത്തെ അപരിമേയവും അനശ്വരവുമാക്കി തീർക്കാൻ നാം ഈശ്വരനിലേക്ക് കൈനീട്ടുന്നത്. ഈശ്വരീയമാണ് ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈ ശരീരമല്ല. ഇതാണ് പാശ്ചാത്യരും ഭാരതീയരും തമ്മിലുള്ള വ്യത്യാസം. പാശ്ചാത്യർ ഒരാൾ മരിച്ചാൽ പറയുന്നത് അവൻ ആത്മാവ് വെടിഞ്ഞു എന്നാണ് പാശ്ചാത്യ സങ്കല്പം. നമ്മൾ പറയുന്നത് ദേഹം വെടിഞ്ഞു എന്നാണ്. ആത്മാവ് പോയിട്ടില്ല, അല്ലേ? ഇതൊരു സങ്കല്പം കൂടിയാണ്. ആത്മാവ് പോകുന്നില്ല, ദേഹം വെടിഞ്ഞ് പോകുന്നു. ഭാരതീയമായ ഒരു ദർശനം അതാണ്. ഒരാളൊരു ആത്മാവാണ്, ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു ദേഹവും ഉണ്ട് എന്നേ ഉള്ളൂ. പാശ്ചാത്യരുടെ കാഴ്ചപ്പാട് ഒരാൾക്ക് ഒരു ആത്മാവ് ഉണ്ടായിരിക്കാം, പക്ഷേ അയാൾ ദേഹമാണ് സത്യമെന്നാണ്. ഈ ദേഹമാണ് സത്യമെന്നത് ഭാരതീയ ദർശനത്തിൻ്റെ ഭാഗമല്ല. നശ്വരമായ ഈ ജീവിതത്തിലിരുന്നു കൊണ്ട് അനശ്വരമായ ഈശ്വരതയിലേക്ക് കൈനീട്ടാൻ നമുക്കൊരു സൗഭാഗ്യം പ്രപഞ്ചം തന്നിരിക്കുന്നു. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീധ മാഗൃഥ കസ്യസിദ്ധനം. അവിടെ അവസാനിപ്പിക്കാം. മുണ്ടകോപനിഷത്തിൽ 2 പക്ഷികളുടെ കഥ പറയും. ദ്വാ സുപർണ സയുജ സഖായാം സമാനം വൃക്ഷം പരിശ്വാസജാതേ. മുണ്ടകോപനിഷത്ത് വായിച്ചവർക്കറിയാം. 2 പക്ഷികൾ ഒരേ മരക്കൊമ്പിലിരിക്കുകയാണ്. ഒരു പക്ഷി മുകളിലെ കൊമ്പിലിങ്ങനെ ഇരുന്ന് പ്രപഞ്ചമഹിമാവിൻ്റെ നിറന്ന വെളിച്ചത്തിൽ ഉത്താനപാതനായി ഒരു ഭാവഭേദവുമില്ലാതെ, ദുഃഖമില്ല, സുഖമില്ല, സുഖദുഃഖങ്ങളിൽ നിർദ്വന്ദ്വനായിട്ടിരിക്കുന്നു. താഴത്തെ കൊമ്പിലെ പക്ഷി ചാടിക്കളിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു മധുരഫലം കൊത്തുന്നു, സന്തോഷിക്കുന്നു. വീണ്ടും മധുരഫലം കൊത്തുന്നു, ആഹ്ലാദിക്കുന്നു. ഇടയ്ക്കൊരു കയ്പ് ഫലം, അയ്യോ കയ്പ് ഒന്നും സഹിക്കാൻ വയ്യാതെ. അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോഴോ ആ പക്ഷിക്ക് ഒരു സങ്കടവുമില്ല. അവനിതേ കണ്ടില്ല, എന്തൊരു ദുഷ്ടനാണ്, അവന് ദുഃഖമില്ല, സന്തോഷമില്ല, അവനെ പോലെ ആയാൽ മതിയായിരുന്നു. ഒരു സെക്കൻഡേ തോന്നുള്ളൂ, അടുത്തൊരു മധുരം കിട്ടി, അപ്പോൾ ആ പക്ഷി പോയി, അല്ലേ? ഈ മധുരത്തിൽ വീണ്ടും ഒരു കയ്പ്, അയ്യോ ആ പക്ഷിക്ക്. ഇങ്ങനെയാണ്. പ്രപഞ്ച മഹിമാവ് അവിടെ ഉണ്ട്, ദൈവം അവിടെ ഉണ്ട്. ദൈവത്തിന് അല്ലെങ്കിൽ ആ സത്തയ്ക്ക് ഒരു മാറ്റവുമില്ല, അതിന് സുഖദുഃഖങ്ങളില്ല, മധുരവും പുളിപ്പും കയ്പും ഒന്നുമില്ല. നമുക്കാകട്ടെ ഈ കയ്പിലും പുളിപ്പിലുമൊക്കെ വ്യവഹാരത്തിൽ അങ്ങനെ മുങ്ങി ഒരിക്കലും ആ പക്ഷിയിലേക്ക് എത്താതെ ജീവിതം അവസാനിക്കും. പക്ഷെ ആ പക്ഷിയിലെത്തലാണ് ശാശ്വതമായ ജന്മനിയോഗം. അതാണ് ജീവൻ മുക്താവസ്ഥ.
അവിടേക്ക് എത്താനാണ് മുണ്ടകോപനിഷത്ത്. ഓരോ ഉപനിഷത്തുകളും പറഞ്ഞാൽ ഇങ്ങനെ അവസാനിക്കാതെ പറയേണ്ടി വരും. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നത് ടാഗോറിൻ്റെ ഒരു ഗീതത്തിലാവാമെന്ന് വിചാരിക്കുക. ടാഗോറിൻ്റെ പ്രശസ്തമായൊരു ഗീതം, ഗീതാഞ്ജലിയിലൊരു ഗീതം. ഈ പറഞ്ഞതിൻ്റെയൊക്കെ മറ്റൊരു, അദ്ദേഹം മിസ്റ്റിക് കവിയായിരുന്നു. സ്വയം ഈശ്വര സാക്ഷാത്കാരം നടത്തിയ കവികൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യമുണ്ട്. ഈ വില്ലുമംഗല സ്വാമിയാർ വാരി പിടിച്ചപ്പോൾ പീലി കിട്ടിയില്ലേ, ഇല്ലേ? നമ്മളാരും പിടിച്ചാൽ കിട്ടില്ലല്ലോ. വില്ലുമംഗല സ്വാമിയാർ പിടിച്ചപ്പോൾ പീലി കിട്ടിയില്ലേ? കുരൂരമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കളിച്ചില്ലേ സാക്ഷാൽ ശ്രീകൃഷ്ണൻ, അല്ലേ? പൂന്താന മങ്ങാട്ടച്ഛനായിട്ട് വന്നില്ലേ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ചോദിച്ചില്ലേ? ഇത് കവികൾക്കുള്ളൊരു സൗഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ടാഗോർ ദൈവത്തെ വാക്കിൽ സാക്ഷാത്കരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ജി ശങ്കർക്കുറുപ്പ് പരിഭാഷപ്പെടുത്തിയ അതൊരു കവിയുടെ സ്വാർത്ഥമാണ്. കവിതയിൽ അവസാനിപ്പിക്കാം, ആ ഗീതത്തിൽ ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവൂ ഞാൻ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ, എന്നറിവൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ലെന്നറിവൂ ഞാൻ. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. ഒന്നുമൊന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ, എന്നറിവൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ല എന്നറിവൂ ഞാൻ. ഒന്നും വിഫലമായിട്ടില്ല. എൻ വിപഞ്ചി തന്ത്രികയിൽ മീട്ടുകയാണൊക്കെയും നിൻ അനാഹതമാം, നിൻ്റെ, അത് എൻ്റെയുമാണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പൂർണ്ണമായതിൽ നിന്ന് പൂർണ്ണമായതെടുത്താൽ പിന്നെയും പൂർണ്ണമാണ്. ആ പൂർണ്ണമാണ്, ആ പൂർണ്ണതയാണ് ഈശ്വരൻ. അത് നമ്മൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ പരമദ്വൈതത്തിലേക്ക് സഞ്ചരിക്കാൻ ഇത്തരം സത്സംഗങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ അവതരണം നമ്മളൊരു സാധാരണ ടെർമിനോളജി ഉപയോഗിക്കാറുണ്ട്. മധുരം, സൗമ്യം, ദീപ്തം. അത് ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു കവിയും കൂടി ആയതുകൊണ്ടാണ് ഈ മൂന്നും കൂടി യോജിക്കണത്. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. ഇത് ഇതേ വിഷയം തന്നെ, ഇപ്പോൾ വേദാന്തവും ഭക്തിയും എന്ന വിഷയം തന്നെ ഒരു 5-6 പേപ്പർ ചെയ്യാം. അത്രയും വിപുലമാണ് ആ വിഷയം. നമുക്കത് നമ്മൾ മമ്മിയൂരപ്പം നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഓരോ കൊല്ലം അതന്നെ നമുക്ക് ചെയ്യാം. കാരണം ഉത്തരമീമാംസയിൽ തന്നെ 8 പ്രസ്ഥാനമുണ്ട്. അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, ശുദ്ധാദ്വൈതം, പിന്നെ ഭേദാഭേദവാദങ്ങൾ, നിംബാർക്കൻ, ഭാസ്കരൻ, അചിന്ത്യഭേദാഭേദ, അതിലൊക്കെ വരുന്ന
ഭക്തിയുടെ വിവിധ വശങ്ങൾ. പിന്നെ ശൈവഭക്തി, വൈഷ്ണവഭക്തി, ശൈവം തന്നെ കാശ്മീരിയൻ ശൈവിസം, ദക്ഷിണേന്ത്യൻ ശൈവിസം, വലിയ വിഷയം. പക്ഷേ അതിലേക്ക് നമുക്ക് ആദ്യത്തെ കൊല്ലത്തെ അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ഒരു പ്രവേശം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഭക്തി മുഖ്യ ഗൗണി എന്ന് പറഞ്ഞു. നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട് മുഖ്യ ഗൗണി. മുഖ്യഭക്തി ജ്ഞാനഭക്തിയാണ്. ഗൗണി ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി. എൻ്റെ സുഖക്കേട് മാറണേ, അല്ലെങ്കിൽ എനിക്ക് ദാരിദ്ര്യം പോകണേ എന്ന ആർത്തനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് പർപ്പസ് ഉണ്ടായില്ല, ഗൗണിയായി. ജിജ്ഞാസു, എനിക്ക് അറിവുണ്ടാവണേ. അർത്ഥാർത്ഥി, എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കുറേ കാശുണ്ടാവണം. ഈ 3 ഭക്തി തന്നെയാണ്. പക്ഷെ അത് മുഖ്യഭക്തിയല്ല, അത് ഗൗണീ ഭക്തിയാണ്. മുഖ്യഭക്തി എന്ന് പറയുന്നത് അതിലെല്ലാം മുകളിൽ ഇതം നമമ ഇതം നമമ എന്ന് പറഞ്ഞ രീതിയിലുള്ള, അത് എല്ലാം വിട്ടുകൊണ്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, പ്രപഞ്ചത്തിനെ സ്നേഹിച്ചുകൊണ്ട്, പ്രപഞ്ചത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, പ്രപഞ്ചത്തിൻ്റെ എല്ലാ വികാസത്തിലേക്കും മനസ്സർപ്പിച്ചുകൊണ്ടുള്ള ഭക്തി. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചു. മാത്രമല്ല കവിതയിൽ കൂടി തന്നെ അത് സമന്വയിപ്പിച്ചു. വാസ്തവത്തിൽ കവിയാവണമെങ്കിൽ ഋഷിയാവണം എന്നൊരു വലിയ സങ്കല്പമുണ്ട് സംസ്കൃതത്തിൽ. ന ആൻ ഋഷി കവിരിക്തുക്തം. ഋഷിയല്ലാത്ത ആൾ കവിയാവില്ല. ഋഷിയും കവിയും ദർശനവും പ്രതിഭയും തമ്മിൽ യോജിക്കുന്ന ഒരു വലിയ ഘട്ടമുണ്ട്. അപ്പം മേപ്പത്തൂർ ഒരേ സമയത്ത് ഋഷിയാണ്, ഒരേ സമയത്ത് കവിയാണ്. ശങ്കരാചാര്യർ ഒരേ സമയത്ത് ഋഷിയാണ്, ഒരേ സമയത്ത് കവിയാണ്. കാളിദാസൻ ഒരേ സമയത്ത് ഋഷിയാണ്, ഒരേ സമയത്ത് കവിയാണ്. അതൊരു വലിയ കൾമിനേഷനാണ്. ഏതായാലും വളരെ സന്ധി നല്ല ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിച്ചു. നമുക്കൊരു 5-10 മിനിറ്റ് ഇൻട്രാക്ഷൻ സമയമുണ്ട്. ആരൊക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതും കൂടി ആവുമ്പോഴേ ഈ ഡിസ്കഷൻ, ഈ സെമിനാർ പൂർത്തിയാവുള്ളൂ. നമുക്കത് ചെയ്യാം. അതിന് കോഡ്ലെസ് ഉണ്ടോ? ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ്. വെൽക്കം. നമസ്കാരം. ഞാൻ പരമേശ്വരൻ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ റിട്ടയർഡ് മാനേജറായിരുന്നു. വളരെ ഭക്തിപൂർവമായിരുന്നു കേട്ടതെല്ലാം. ഗുരുവായൂരപ്പനിൽ കൂടുതൽ വിശ്വാസം ജനിക്കാൻ ഇത് മമ്മിയൂരപ്പൻ്റെയും കൂടി ഒരു അടുപ്പം നമുക്കൊക്കെ കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ളത്. ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും കൂടിയുള്ള ഒരു ബന്ധം. ആ വിധത്തിലൊരു അറിവ് എനിക്കില്ല സത്യത്തിൽ. എന്തായാലും ഇത് രണ്ടല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ സംഗതി. ഗുരുവായൂർ വന്നാൽ സാധാരണ തൊഴുമ്പോൾ, അന്ന് മമ്മിയൂർ വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് ആ ഇടത്തുപുറത്തെ ഭഗവതിയുടെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കി തൊഴും. അപ്പോൾ അത് അവിടെ വന്നാൽ മമ്മിയൂരപ്പനെ ഇവിടെ വന്ന് തൊഴുതില്ലെങ്കിലും അവിടെ നിന്നെങ്കിലും തൊഴുതു പോകണം എന്നൊരു സങ്കല്പമുണ്ട്. അതെന്താ അതിൻ്റെ അടിസ്ഥാനം എന്നറിയില്ല. ഒരടിസ്ഥാനം ഒന്നാണ്. ഇത് രണ്ടും ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ കാണപ്പെട്ടതൊക്കെ ഏകം തന്നെയാണ്. ഇതിൽ പറയില്ലേ, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ശിവോഹം. അല്ലേ? ഞാൻ തന്നെയാണ് ശിവൻ. അഹം ബ്രഹ്മാസ്മി. അവിടെയും പറയുന്നു ഞാൻ തന്നെയാണ് വിഷ്ണു.
ഗുരുദേവൻ്റെ ഒരു കവിതയുണ്ട്, അടിക്ക് പന്നി പോയി മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. ഈ ജ്യോതിസ്വരൂപമായ ശിവലിംഗത്തിലേക്ക് ഈ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മുകളിലേക്കും ബ്രഹ്മാവ് താഴേക്കും പോയിട്ട് അനന്തയുഗങ്ങളായിട്ട് ഇന്നേ വരെ എത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് ഒരു ദർശനത്താൽ, ഒരു സത്യത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധമുള്ള ആചാര്യന്മാരൊക്കെ ആരെങ്കിലും ആയിരിക്കും അവിടെ നിൽക്കുമ്പോൾ ഇവിടെയും കൂടി തൊഴുതേ പോകാവൂ. മറ്റെന്തെങ്കിലും കഥ അതിൻ്റെ അടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല കേട്ടോ. ഒരു പ്രാദേശികമായ പല മിത്തുകളും ഉണ്ടോ എന്ന് നിശ്ചയില്ല. നമസ്കാരം, എൻ്റെ പേര് വത്സരൻ. എനിക്ക് ഒരു സംശയമായിട്ട് തോന്നുന്നത്, ഭക്തിയും വിഭക്തിയും, ഭക്തിയും അദ്വൈതവും ഇത് തമ്മിൽ എങ്ങനെ പരസ്പര പൂരകമാവുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഇതെന്നുള്ളത് അറിവില്ലായ്മയാണ്. അതൊന്ന് പറഞ്ഞെന്ന് തിരക്കില്ല. ഭക്തിയും വിഭക്തിയും എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. വള്ളത്തോളിൻ്റെ കവിതയും നമ്മുടെ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട്. വിഭക്തി എന്ന വാക്യത്തിന്, എന്ന പദത്തിന് അറിവ്, പാണ്ഡിത്യം എന്നേ അർത്ഥമുള്ളൂ. വിഭക്തി എന്ന പദത്തിന് അറിവ് അല്ലെങ്കിൽ പാണ്ഡിത്യം എന്നാണ് വാക്കിനർത്ഥം. അദ്വൈതം എന്ന് പറയുമ്പോഴേക്കും അദ്വൈതം ഒരു ദർശനാണ്. ആ ദർശനം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ചു. അത് മനുഷ്യൻ്റെ വ്യക്തി സത്തയിൽ നിന്ന് വിടുതൽ വാങ്ങി ഒരു പൂർണ്ണ സത്തയിലേക്കുള്ള വികാസത്തിൻ്റെ വളർച്ചയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദർശനമാണ്. ലോകത്തിൽ തന്നെ ഇങ്ങനൊരു ദർശനം ഇതേവരെ, അദ്വൈതത്തിന് അപ്പുറത്ത് ഒരു ദർശനം ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴും ഈ അദ്വൈത 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ അദ്വൈത ദർശനം രൂപപ്പെട്ടതിന് ശേഷം പിന്നീടാണ് വല്ലഭൻ്റെ ദ്വൈതവും രാമാനുജൻ്റെ വിശിഷ്ടാദ്വൈതവും മാധവൻ്റെ ദ്വൈതമൊക്കെ വന്നത്. പക്ഷേ അതൊക്കെ എത്ര വന്നാലും ശങ്കരാചാര്യ അദ്വൈതത്തിൽ അത് അടിയുറച്ച് നിൽക്കുക. അതാണ് ലീലാകൃഷ്ണൻ അവസാനം പറഞ്ഞത്, ശിവോഹം ശിവോഹം ശിവ കേവലോഹം, കേവലോഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നത്തെ ഈ മറ്റേ എന്താ പറയുക, കൊറോണയുടെ ഒമിക്രോണിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ആ കൺസെപ്റ്റിനെ കണ്ടെത്താം. ഈശ്വരന്മാരും പോലും അല്ലേ അല്ലേ ഇല്ലാതെയാകുന്ന സന്ദർഭം വരെ എത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു എനർജി, ഒരു വലിയൊരു ശക്തി. അപ്പോൾ അങ്ങനെ ഒരു ദർശനത്തിലേക്ക് മനുഷ്യൻ്റെ ചിന്ത ഭൗതികത തലത്തിൽ നിന്ന് ആത്മീയ ദർശനത്തിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്വൈത ദർശനം. വിഭക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ പാണ്ഡിത്യം മാത്രമേ ഉള്ളൂ. അതിനെ എടുത്തിട്ട് വേപ്പത്തൂരിനൊരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു, താൻ വലിയ സംസ്കൃത പണ്ഡിതനാണെന്ന്. പക്ഷേ പൂന്താനത്തിൻ്റെ ഭക്തി അതിനേക്കാളും ഭഗവാൻ ഇഷ്ടമായിരുന്നു എന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ്, ഒരു സംഭവത്തെ, ഐതിഹ്യ സംഭവത്തെ വളരെ മനോഹരമായിട്ട് കവിതയിൽ കോർത്തിണക്കിയതാണ് ഭക്തിയും വിഭക്തിയും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ശാല എന്ന് നമ്മുടെ നീലകണ്ഠ സാറ് പറയണ്ടായി. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഞാൻ ആകപ്പാടെ കേട്ടിട്ടുള്ള തിരുവനന്തപുരത്തെ വലിയ ശാലയാണ്. ഈ കാന്തല്ലൂർ ശാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും പറഞ്ഞു കിട്ടിയാൽ, അതുമാതിരി തന്നെ മൂഴിക്കുളം ശാല എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള, അതിനാണല്ലോ ഇപ്പോൾ നമ്മളിത് സംഘടിപ്പിച്ച്, അറിവിന് വേണ്ടിയിട്ടാണല്ലോ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ഉദ്ദേശം തന്നെ. ഒന്ന് ഹ്രസ്വമായി പറഞ്ഞ സന്തോഷം. ഞാൻ എൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് കാലത്ത് ദക്ഷിണേന്ത്യ എന്നൊന്നിച്ചൊരു ബ്ലോക്കായിരുന്നു. ഇന്നത്തെ കേരളം, തമിഴ്നാട്, കർണാടകം,
ആന്ധ്ര ഒന്നിച്ച് സൗത്ത് ബ്ലോക്ക്, ദക്ഷിണാപഥം അല്ലെങ്കിൽ ദക്ഷിണഖണ്ഡം എന്നാണ് അതിന് പറയുക. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാ കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ ശാലകൾ എന്ന് പറയുന്നത്. അത് നോർത്ത് ഇന്ത്യയിലെ നളന്ദ, തക്ഷശില പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു എന്ന് വളരെ പ്രസിദ്ധമാണ്. അവിടെ ജീവകൻ എന്നൊരു ആയുർവേദ വിദ്യാർത്ഥി പഠിപ്പ് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട്. എല്ലാ അന്നത്തെ പോലെ തന്നെ ഹൗസ് സർജൻസിയോ പ്രാക്ടിക്കൽ പരീക്ഷയോ പഠിപ്പ് കഴിഞ്ഞിട്ട് വിടുകയാണ്. ആയുർവേദം പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് വിട്ടു. എന്നിട്ട് ഗുരു മാഷ അല്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞു വിട്ടു, നിങ്ങൾ ആയുർവേദം പഠിച്ചോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് തരാം, നിങ്ങൾ കുറച്ച് സമയം തരാം, ഈ നാട്ടിലും കാട്ടിലും ഒക്കെ പോയിട്ട് ഒരു ഔഷധ വീര്യമില്ലാത്ത, ഔഷധ ഗുണമില്ലാത്ത ഒരു പ്ലാന്റ്, ഒരു സസ്യം പറിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വിട്ടു. എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ കുറേ വിദ്യാർത്ഥികൾ ഓടി നടന്ന് 2 ദിവസം 3 ദിവസം ഒരാഴ്ച 2 ആഴ്ച ഓരോ പ്ലാന്റൊക്കെ പറിച്ചു കൊടുന്ന് ഗുരുനാഥന് കൊടുത്തു. ഈ ജീവകൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി തിരിച്ചു വരണില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, തിരിച്ചു വരണില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഗുരുനാഥനും മറ്റ് സുഹൃത്തുക്കളും കൂടി അന്വേഷിച്ച് പോയി. അപ്പോൾ അദ്ദേഹം കാട്ടിലിങ്ങനെ കിടന്ന് പരതുക. എന്താ വരാത്തത്? ഒന്നുമില്ല, ഒരു ഔഷധ ഗുണവും ഇല്ലാത്ത ഒരു സസ്യം എനിക്ക് ഇതേവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. യഥാർത്ഥ ആയുർവേദത്തിൻ്റെ പഠനം അതാണല്ലോ. ഞാനൊരു ദ്രവ്യഗുണ ശതശ്ലോകി എന്ന് പറഞ്ഞിട്ടൊരു ചെറുതല്ല നല്ലൊരു ആയുർവേദ ഗ്രന്ഥമുണ്ട്. സകല ഫുഡ് ഐറ്റംസിൻ്റെയും ഗുണം, ഏതെങ്കിലും മെഡിസിനൽ ഗുണം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഈ നളന്ദ തക്ഷശില പോലെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് തുല്യമായ വിജ്ഞാന വിതരണം, പഠനം, ഇന്നത്തെ രീതിയിലുള്ള ഗവേഷണത്തിൻ്റെ അന്നത്തെ രീതിയിലുള്ള സ്വഭാവം നടത്തിയിരുന്ന കേന്ദ്രങ്ങളാണ് ഇന്ന് നമുക്കറിയുന്ന ഈ 3-4 എണ്ണം. കാന്തള്ളൂർ ശാല, തിരുവല്ല ശാല, പാർത്ഥിവപുരം ശാല, മൂഴിക്കുളം ശാല. ശാല എന്നാണ് ഇവിടെ ആ പേരറിയുന്നത്. അത് ഇപ്പോൾ അതിനെക്കുറിച്ച് ചില പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അവിടെ ആയിരുന്നു ഇത് എന്ന് പറയുന്നുണ്ട്. കാന്തള്ളൂർ ശാലയെക്കുറിച്ച് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണെന്നും, അല്ല തിരുവനന്തപുരത്ത് കാന്തള്ളൂരുണ്ട്, അവിടെയാണെന്നും 2 അഭിപ്രായമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും അങ്ങനെയാണല്ലോ. ഒരു 2 നൂറ്റാണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഗുരുകുലം 1 നൂറ്റാണ്ട് എത്ര ഗംഭീരമായിട്ട് നടന്നു, അതിന് ശേഷമില്ല, കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടുത്തെ ഈ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സസ് നമ്മൾ കണ്ടെത്തുക ഇൻസ്ക്രിപ്ഷൻസും ലിറ്റററി സോഴ്സസും വെച്ചിട്ടാണ്. എങ്ങനെയാണ് ഇവിടെ ഇന്നത് പഠിപ്പിച്ചിരുന്നു, അവിടെ ഇന്ന വിദ്യാർത്ഥികളെ താമസിപ്പിച്ചിരുന്നു എന്ന്. മൂഴിക്കുളം എന്നുള്ളത് ആലുവ മൂഴിക്കുളം. പാർത്ഥിവപുരം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. തിരുവല്ല തന്നെ. ഈ കാന്തള്ളൂർ 2 അഭിപ്രായമുണ്ട്. ഇതാണ് ഈ 4 ശാലകളെക്കുറിച്ച്. ദേ വെർ ഈക്വൽ ടു യൂണിവേഴ്സിറ്റീസ്. പക്ഷേ ഇവയെക്കുറിച്ച് മറ്റൊരഭിപ്രായമുണ്ട്. ഇപ്പോൾ വെളുത്താട്ട് കേശവനൊക്കെ പറയുന്നത് എല്ലാ പ്രദേശങ്ങളും വിദ്യാകേന്ദ്രങ്ങളായിരുന്നില്ല, ചിലത് സൈനിക സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു എന്നൊരഭിപ്രായമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമാണ്. കാരണം ഈ M.R. രാഘവാര്യർ, M.G.S. കേശവനൊക്കെ കൂടിയുള്ള റിസർച്ച് ഗംഭീരമാണ്. നമ്മൾ ഇന്ന് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ഒരു കൊല്ലം ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, യുദ്ധമില്ലെങ്കിലും സൈനികരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി. ഇതുപോലെ സാമൂതിരി രാജാവും കൊച്ചി രാജാവും ഒക്കെ ഈ സൈനികരെ കൊല്ലത്തിലൊരിക്കൽ താമസിപ്പിച്ച് അവർക്ക് ഊർജം കൊടുക്കാൻ വേണ്ടി ചില അഭ്യാസമുറകളും അവർക്ക് ചില ഉത്തേജനങ്ങളും കൊടുക്കാൻ വേണ്ടി താമസിപ്പിച്ചിരുന്ന സെൻറ്റേഴ്സായിരുന്നു ചിലത് എന്നും ഒരഭിപ്രായമുണ്ട്. ഏതായാലും ഇത് നമുക്കൊരു വലിയ ഒരു അറിവിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് ഈ 4 ശാലകൾ എന്ന് നമ്മൾ ഇന്ന് വ്യവഹരിക്കപ്പെടുന്നത്.
അപ്പോൾ നമുക്ക് ഇന്നത്തെ സെമിനാർ കൺക്ലൂഡ് ചെയ്യാം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് MA സംസ്കൃത മലയാള വിദ്യാർത്ഥികളെയും അധ്യാപകരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിരുന്നു. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പരിചയപ്പെടാനാണ്. ഇല്ല, സാരമില്ല, നാളെ വരുമായിരിക്കും. അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. ചുമർ ചിത്രകലാ കേന്ദ്രം അവരെല്ലാം. എന്തായാലും വളരെ നല്ലൊരു സെമിനാറായി. ആളുകളുടെ എണ്ണമല്ല, വന്നവരുടെ ശ്രദ്ധയും അതിനോടുള്ള ഔത്സുക്യവുമാണ്. വളരെ സന്തോഷം. ഇതിന് ഔപചാരികമായ സ്വാഗതം നന്ദിയൊന്നുമില്ല. ഇതൊരു ഇൻ്റലക്ച്വൽ അക്കാഡമിക് സെഷൻസ് ഇങ്ങനെ പോകും. നാളെ 3:30 നമ്മൾ ഇവിടെ കൂടും. നാളെ 3:30 തന്ത്രവുമായി ബന്ധപ്പെട്ട 2 പേപ്പറാണ്. ഒന്ന് കേരള തന്ത്രവും ഇതര തന്ത്ര ശാഖകളും തമ്മിലുള്ള ബന്ധം. ഡോക്ടർ SA ശർമ്മ പോണ്ടിച്ചേരിയിലെ ഇൻഡോ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനാണ്. മറ്റൊന്ന് കാളീതന്ത്രത്തിൻ്റെ അത്യപൂർവമായ അല്ലെങ്കിൽ അതിവിശിഷ്ടമായ ഒരു പ്രത്യേക ആരാധനാ പാരമ്പര്യമുണ്ട്. തന്ത്രസമുച്ചയം കഴിഞ്ഞിട്ട് ശേഷസമുച്ചയത്തിലാണ് അതിനെക്കുറിച്ച് പറയണത്. രുചിറ്റ്, മാടായിക്കാവ്, കൊടുങ്ങല്ലൂർ മറ്റേ ക്ഷേത്രം തുടങ്ങിയ അത്യപൂർവമായ സ്ഥലത്ത് അതിന് കുറേ സാമൂഹ്യ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലങ്ങളും സവിശേഷതകളുമുണ്ട്. അതിനെക്കുറിച്ചൊരു പേപ്പർ, 2 പേപ്പർ നാളെ ഉണ്ടാവും. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം.